ത്തോടെ അധ്യധാനം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനോടൊപ്പം കഴിഞ്ഞ പകലും ഈ സന്ധിയിലും ദൈവം നൽകിയ ആത്മീയ കൂടിവരവിന് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനും പ്രിയ ആൻറ്റിക്ക്, ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർ, കെ ഇബ്രാഹിം പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ സമലച്ചായൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാരെല്ലാവർക്കും കർത്താവിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസരത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷയിൽ കൊല്ലത്ത് കുട്ടിയം എന്ന സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായിട്ടായിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ എതിർവശത്ത് YMCയുടെ ക്യാമ്പ് സെൻറ്ററിലാണ് ഞങ്ങളുടെ ആരാധന. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് 2 മക്കളുണ്ട്, ഭാര്യയുമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിക്കാം. കഴിഞ്ഞ പകലില്ലാത്ത ഒരുപാട് പേരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ പകൽ വന്നവരും ഒരുപാട് പേരില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണം വാക്യം അത്ര തീവ്രമായിരുന്നു. എഫെസ് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വേദഭാഗത്തെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എഫെസ് ലേഖനം രാവിലെ വന്നവരൊന്ന് കൈപോക്കാമോ? രാവിലെ വന്നവർ, ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? രാവിലെ വന്നവരിൽ ഒരുപാട് പേര് കുറഞ്ഞു. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സന്ദേശത്തെ രാത്രിയിൽ ആദ്യമായിട്ട് വന്നവർക്ക് വേണ്ടി പെട്ടെന്ന് പറയാം. ഏകദേശം 1.25 മണിക്കൂറെടുത്ത് പറഞ്ഞത് കണ്ടൻറ്റുകൾ എന്താണെന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. എഫെസ് ലേഖനം പുതിയ നിയമത്തിലെ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ ലേഖനമാണ്. പുഷ്കടമായ ചിന്തകൾ കൊണ്ട് സമ്പന്നമായ ഒരു ലേഖനമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളെ നമ്മൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഈ ലേഖനം വേറിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, പുതിയ നിയമത്തിൽ മറ്റൊരു ലേഖനത്തിലുമില്ലാത്ത 42 തിയോളജിക്കലി പദം കൊണ്ട് ഈ ലേഖനം സമ്പന്നമാണ്. മാത്രമല്ല, പൗലോസിൻ്റെ ഏറ്റവും ശക്തമായ, അതായത് റോമാലേഖനം എന്ന് പറയുമ്പോൾ മർമ്മമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മർമ്മം എന്താണെന്ന്, പുതിയ നിയമത്തിൻ്റെ മർമ്മം പൊരുൾ തിരിക്കുന്നത് ഈ ലേഖനത്തിലാണ്. റോമാലേഖനത്തിൽ മർമ്മം എന്ന് പറയുന്നു. ഈ മർമ്മത്തെ പൊരുൾ തിരിക്കുന്നത് റോമാലേഖനത്തിലല്ല. റോമാലേഖനം നമുക്ക് വായിക്കുമ്പോൾ ഗലാത്യ ലേഖനമൊക്കെ ഏറ്റവും മനോഹരമായി തോന്നും. പക്ഷേ എഫെസ് ലേഖനമാണ് ഏറ്റവും പ്രൗഢമായ ലേഖനമാണ്. ഏറ്റവും ഹൃദ്യമെന്ന് പറയുന്നത് ഫിലിപ്പി ലേഖനമാണ്. ഈ ലേഖനം എഴുതാനുള്ള കാലഘട്ടം, മറ്റ് ലേഖനങ്ങളിൽ നിന്ന് ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് അധ്യക്ഷ വന്ദനമില്ലാത്തത് കൊണ്ട് ആ കാലഘട്ടത്തിൽ എല്ലാ സഭകളിൽ നിന്നും അത് വായിച്ചിരുന്നു. അത്ര കാലിക പ്രസക്തിയുള്ളൊരു സന്ദേശമാണ്. ഈ ലേഖനം AD 62 എഫെസോസ് സഭയ്ക്ക് ലഭ്യമായി. ഏകദേശം 34 വർഷം കഴിയുമ്പോൾ ആ സഭ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു. പിന്നീട് അടുത്ത 1 നൂറ്റാണ്ടുകൾ എത്തും മുൻപ് തന്നെ ആ ദൈവസഭ ആചാരങ്ങളിൽ മാറ്റം വന്ന് ജാതീയമായ ഇടപെടലുകളിലേക്ക് കുരുങ്ങി. ഏകദേശം 400 ആകുമ്പോൾ, AD 400 എത്തുമ്പോൾ, 413 തോന്നുന്നു, അതോടുകൂടി കത്തോലിക്ക പള്ളിയുടെ അവസാന അടിവേര് ഇളകി. അങ്ങനെ എഫെസോസ് തുർക്കി ഇന്ന് ഇസ്ലാമിക് ശക്തിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. അവിടെ സഭയുടെ അവശേഷിപ്പ് പോലും ഇല്ലാതായി. അങ്ങനൊരു അപകടത്തിലേക്ക് വീഴും മുൻപ് കർത്താവിൻ്റെ ദാസൻ പൗലോസ് എഫെസോസിലെ ദൈവസഭയ്ക്ക് എഴുതി കൊടുക്കുന്ന തീവ്രമായ ലേഖനം. ഈ ലേഖനം, ഇതിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, സഭയുടെ പ്രത്യേകത ഞാൻ പകൽ പറഞ്ഞു. ഏറ്റവും വലിയ ഉണർവ് കണ്ട സഭ, 12 പേരിൽ തുടങ്ങി 50,000 ശേക്കൽ വില വരുന്ന മന്ത്രവാദ പുസ്തകങ്ങളെ കത്തിക്കുന്ന ഉണർവ് കണ്ടവരാ. ഏറ്റവും വലിയ ഉണർവ് കണ്ട സഭ, ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കണ്ട സഭ, ഏറ്റവും വലിയ പ്രസംഗ പൗലോസിൻ്റെ ചിന്തകൾ കിട്ടിയ സഭ, ഏറ്റവും കരുത്തനായ ലീഡർ പൗലോസ് പാർത്ത് ശുശ്രൂഷിച്ച സഭ. സ്തോത്രം. ആ സഭ തകർന്നുപോയി. ആ സഭ തകർന്നാൽ അതന്നെ അവിടുത്തെ ഏറ്റവും വലിയ ലീഡേഴ്സിൽ ഉള്ളവരുടെ പേര് ഞാൻ പറഞ്ഞു. അക്വിലാസ്, പ്രിസ്കില്ലമാർ അവിടെയാണ്. തിമോത്തിയോസ് സഭയുടെ പാസ്റ്ററായിരുന്നു. അപ്പല്ലോസ് ആ സഭയുടെ ശുശ്രൂഷയിലായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ബിഷപ്പായിരുന്നു. ഇത്രയും കരുത്തരി ശുശ്രൂഷിച്ച സഭ ഇന്നില്ല. അപ്പോൾ പിന്നെ IPCയുടെ കാര്യം പറയാനുണ്ടോ? എഫെസോസിലെ സഭ തകർന്നു എന്നതിനേക്കാൾ ഞാൻ ഇന്ന് പറയുന്നത് തകർത്തു എന്നാണ്. അർത്തമീസ് എന്ന ഇരുളിൻ്റെ പദ്ധതിയെ പൊളിച്ചു തുടങ്ങിയ സഭ കാലക്രമേണ ആ ഇരുളിൻ്റെ ശക്തി പിടിമുറുക്കിയിട്ട് ദൈവസഭയുടെ അടിത്തറ ഇളക്കിക്കളഞ്ഞെങ്കിൽ നമ്മൾ എത്ര ഗൗരവമായി വേണം ജീവിക്കാൻ. പൗലോസ് ആ ഓർമ്മപ്പെടുത്തല്ല പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും. കാരണം ഈ ലേഖനത്തിൽ 6 അധ്യായത്തിൽ 5 തവണ ആവർത്തിക്കുന്നു
ദൈവാത്മാവുമായുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പോൾ അത്രയ്ക്ക് തീവ്രമായ ലേഖനമാണ്. ഈ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് പിശാച് നേരിട്ട് വരികൽ ഇൻഡയറക്റ്റായി പിശാച് പൊരുതി പരാജയപ്പെടുത്തുകയാണ്. അവൻ്റെ കുതന്ത്രം അതാണ്. അതിനുവേണ്ടി സാത്താൻ കൊണ്ടുവരുന്ന 4 തന്ത്രങ്ങളിൽ ഒന്നാമത്തേതാണ് പാപത്തോട് പോരാടുക. നമ്മൾ എന്തിന് അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം? പാപത്തോട് പൊരുതണമെങ്കിൽ അഭിഷേകം കൊണ്ടേ പറ്റൂ. അപ്പോൾ ഇന്ന് രാത്രി അഭിഷേകമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടികിട്ടുന്നുണ്ടോ? ഇത് നിസ്സാരമായിട്ട് കരുതരുത്. അതിൻ്റെ കാരണം പ്രവാചകന്മാരായ ദൈവദാസന്മാർ ഇനി വരും. നാളെ വർഗീസ് ബൈ പാസ്റ്റർ വരുന്നതിന് മുമ്പ് ഇന്ന് ദൈവമായിട്ട് എന്നെ കൊണ്ടുവന്നേ. ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു കഴിയുമ്പം അദ്ദേഹത്തിന് സുഖമായിരിക്കും. എൻ്റെ കാര്യം പ്രവചനം കേൾക്കുന്നതിലല്ല കാര്യം, പ്രവചനത്തിൻ്റെ അടിത്തറ ഇളക്കിക്കളയുന്ന ഏക പദ്ധതി പാപമാണ്. പാപം വരുത്തുന്ന വിന വലുതാണ്. പാപത്തിൻ്റെ അടിത്തറയെ നമ്മൾ ഇളക്കിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. നമ്മൾ കരുതിയത്, ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത്, പ്രാപിച്ചതെല്ലാം ക്ഷണത്തിൽ തകർത്ത് കളയും. വലിയ വിടുതലുകളെ ബ്ലോക്ക് ചെയ്യുന്നത് ഒരു ചെറിയ പാപമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. പാപം നമ്മൾ വരുത്തുന്നത് 4 നഷ്ടങ്ങൾ വരുത്തുമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം അറുത്ത് കളയും. രണ്ടാമത്, നമ്മുടെ പ്രാർത്ഥന ബ്ലോക്ക് ദൈവം കേൾക്കാതാകും. മൂന്നാമത്, നമ്മുടെ വാഗ്ദത്തങ്ങളെ എടുത്തു കളയും, ഇല്ലാതാക്കി കളയും. പാപം ചെയ്യുന്നതോടുകൂടി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതാകും. ഇതുകൊണ്ട് തന്നെ പാപം ഒരുവനെ പിശാചി ചെയ്യിപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അവൻ ചെയ്യിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ്. അവിടെ വെച്ച് അവൻ വീഴിച്ചാൽ പിന്നെ ഒരിക്കലും എഴുന്നേക്കത്തില്ല. ഇത് പിശാചിൻ്റെ ഏറ്റവും വലിയ കുതന്ത്രമാണ്. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നതാണ് പിശാച് നമുക്ക് നേരെ കൊണ്ടുവരുന്നത്. പാപം വരുന്നത് നമ്മൾ കരുതുന്നത് പോലെയല്ല, നാം ഇഷ്ടപ്പെടാത്തത് കൊണ്ടിലൂടെയല്ല പാപം നമ്മെ തകർക്കുന്നത്. 2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മോഹത്തിനൊത്താണ് പാപം വരുന്നത്. മനസ്സിലാകിയല്ലോ? മോഹം എന്താണോ അതിനൊത്ത് പാപം വരും. അതുകൊണ്ട് മോഹിക്കരുത്. മോഹം മാറണം. പകരം പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിതമാണ്. ആത്മീകരുടെ പ്രാർത്ഥനകളിൽ കയറേണ്ടത് ദൈവഹിതമാണ്. പ്രാർത്ഥനകളിൽ മോഹം വേണ്ട. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതൊന്നും ഡിസൈൻ ചെയ്യേണ്ട. നമ്മളുടെ പ്രാർത്ഥനകളിൽ എനിക്ക് ദൈവഹിതം മതി. അതൊരു മിസ്റ്ററിയാണ്. സാത്താൻ ഇതിങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുടെ അടുത്ത് വന്നിട്ട് സാത്താൻ കറങ്ങാനേ ഉള്ളൂ. ഇവർ ദൈവഹിതം അതെന്താണെന്ന് പിശാചിനറിയില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവഹിതം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാത്താൻ പാപം ജയിപ്പിക്കുന്നത് ബലഹീനത നോക്കിയിട്ടാണ്, നമ്മുടെ സ്വഭാവത്തിൻ്റെ ബലഹീനത. ഈ 2 ഭാഗത്തെ ജയിക്കണമെങ്കിൽ അഭിഷേകം വേണം. അതുകൊണ്ടാണ് ദൈവകൃപ കൊണ്ടല്ലാതെ ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വന്ന പ്രിയപ്പെട്ടവർ നിസ്സാരമായിട്ട് കരുതരുത്. എന്താണെന്നറിയാമോ? അഭിഷേകമില്ലാതായാൽ പാപം നുഴഞ്ഞു കയറും, നഷ്ടം വലുതായിരിക്കും. അങ്ങനെ വലിയ നഷ്ടം വരാതിരിക്കാൻ നമ്മൾ കരുത്തരാകുക. നമ്മെ കരുത്തരാക്കുന്നത് പഠിപ്പല്ല, സർട്ടിഫിക്കറ്റല്ല, അഭിഷേകമാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ 3 സെമിനാറുകളിൽ കയറി ഇറങ്ങിയതിൻ്റെ ധൈര്യത്തിലല്ല നിൽക്കുന്നത്. ദൈവം എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമുക്ക് വേണ്ടത് അഭിഷേകമാണ്. അഭിഷേകമുണ്ടോ പാപത്തെ പൊരുതി തോൽപ്പിക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട അഭിഷേകം എന്തിനെന്നറിയാമോ? കേവലം അല്പസമയത്തേക്ക് അന്യഭാഷ നടത്താൻ വേണ്ടി മാത്രമല്ല. പകരം ഈ ആരാധന കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വകാര്യ ഇടങ്ങളിലെത്തുമ്പോൾ സാത്താൻ പാപത്തിൻ്റെ സ്വാധീനമായി വരുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യാൻ, അതിനോട് പൊരുതാൻ നിനക്ക് വേണ്ടത് അഭിഷേകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആലയത്തിൽ നിങ്ങൾക്ക് പ്രാപിച്ചത് ഇവിടെ ചോർത്തിക്കളയാനല്ല, പകരം ഇന്ന് രാത്രി നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയങ്ങളുണ്ട്. ഒറ്റയ്ക്ക്
ഒറ്റയ്ക്കാകുന്ന ഇടങ്ങളുണ്ട്, ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങളുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന വേദികളുണ്ട്. അവിടെയാണ് സാത്താൻ നിങ്ങളുടെ മോഹമറിഞ്ഞ്, ജഡത്തിൻ്റെ ബലഹീനത അറിഞ്ഞ് പാപത്തെ രൂപപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ അതിനെ ഗോതയിൽ മലർത്തിയടിക്കാനൊരു കൃപ എനിക്ക് ഇന്ന് രാത്രി വേണം. കായീനോട് പറഞ്ഞതുപോലെ, കായീനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുക, അതിൻ്റെ ആശ നിന്നോട്, നീയോ അതിനെ കീഴടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് ഓരോ വ്യക്തികളും ഗൗരവമായി പ്രാർത്ഥിക്കണം. അപ്പോൾ ചോദ്യം, പാസ്റ്ററെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ? എഫെസോസ് സഭയെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എഫെസോസ് സഭയെ ഒരു ഇത്രയും വലിയ കരുത്തുറ്റ സഭ തകർത്തെങ്കിൽ പിന്നെ നമ്മുടെ വീട് വലിയ വിഷയമാണോ? നമ്മുടെ പിള്ളേർ വലിയ വിഷയം. അതുകൊണ്ട് നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ പണമോ നമ്മുടെ കഴിവോ നമ്മുടെ കരുത്തോ ഒന്നും പിശാചിന് വലിയ വിഷയമല്ല. ഓർക്കണം, ഇത്രയും വലിയ സഭയെ അടിത്തറ ഇളക്കി കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി മാതാപിതാക്കളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ തലമുറകൾ സുരക്ഷിതം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എത്ര നമ്മൾ ഗൗരവത്തിലേക്ക് വരണം. അപ്പോൾ അവിടെ കൊണ്ട് ഞാൻ പകൽ അവസാനിപ്പിച്ചു. ഇനി രാത്രി അതിവേഗതയിൽ ദ്രുതഗതിയിൽ ഒരു കാര്യം പറയാം. അല്പം വിഷമം വരും. ഞാനിന്ന് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് പുതിയതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. അല്പം പ്രയാസം തോന്നും, സാരമില്ല, വചനം അതിൻ്റെ ക്രിയ ചെയ്തോളും. നിങ്ങളുടെ അകത്തുനിന്ന് ഒരു സാധനം ഞാനൊന്ന് എടുത്തു കളയും, എന്നിട്ട് പുതിയതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോഴേക്കും വിടുതലായി. രണ്ടാമത്തെ പോരാട്ടം, സാത്താൻ ഇൻഡയറക്റ്റായി കൊണ്ടുവരുന്ന രണ്ടാമത്തെ കെട്ട്. ഇതിന് 3 വാക്യം വായിക്കണം. വായിക്കേണ്ടത് തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം ആദ്യം വായിക്കുക. 1 തിമോത്തി 6:12. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. വിശ്വാസത്തിൻ്റെ, എല്ലാവരും ഒന്ന് ഉറക്കെ പറയാം, നല്ല പോർ പൊരുതുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. ഇനി അടുത്തത് യൂദായുടെ ലേഖനം 3. നിത്യജീവനെ പിടിക്കേണ്ട, നമുക്കിപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. യൂദായുടെ ലേഖനം 3-ാം വാക്യം വായിച്ചു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി മതിയാണ്ടി, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം. ഇവിടെ പറയുന്നു വിശ്വാസത്തിനു വേണ്ടി പോരാടുക. ഈ 2 പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. വിശ്വാസത്തിൻ്റെ പോരാട്ടവും വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടിയില്ലെങ്കിലോ? 1 തിമോത്തി 4:1. എന്നാൽ ഭാവി കാലത്ത് ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ത്യജിക്കേണ്ടി വരും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. ഈ 3 വാക്യങ്ങൾ അതീവ ഗൗരവമായൊരു കാര്യമാണ് പറയുന്നത്. വിശ്വാസത്തിന് വേണ്ടി പൊരുതിയില്ലെങ്കിൽ വിശ്വാസം എന്ത് ചെയ്യേണ്ടി വരും? ത്യജിക്കേണ്ടി വരും. ഈ ത്യജിക്കുക വിശ്വാസത്യാഗം. വിശ്വാസത്യാഗവും പിന്മാറ്റവും രണ്ടും രണ്ടാണ്. പിന്മാറ്റം മടങ്ങിവരവിന് സാധ്യതയുണ്ട്, വിശ്വാസത്യാഗത്തിന് മടങ്ങിവരവില്ല. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പിന്മാറ്റമല്ലിത്, ഇത് ഒരിക്കലും മടങ്ങിവരവില്ലാത്ത വിശ്വാസത്യാഗം. അതിന് തെളിവ് കർത്താവിൻ്റെ കാൽവറിക്ക് തൊട്ട് മുൻപ് 2 വ്യക്തികൾ, യൂദയും പത്രോസും. നമ്മൾ നോക്കിയാൽ ഒരേ തെറ്റാണെന്നേ തോന്നും. ശരിക്കും ഒരാൾ ഒറ്റിക്കൊടുത്തു, ഒരാൾ തള്ളിപ്പറഞ്ഞു. പക്ഷെ അവിടെ ആ തെറ്റ് ഒരുപോലെ തോന്നിയാലും അതിന് 2 സ്വഭാവമുണ്ട്. യൂദയിൽ സംഭവിച്ചത് വിശ്വാസത്യാഗമാണ്, പത്രോസിൽ സംഭവിച്ചത് പിന്മാറ്റമാണ്. അപ്പോൾ പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ 2 ഇനി ഞാൻ
നിങ്ങൾക്ക് ഈ വിശ്വാസത്യാഗം എന്ന പദത്തെ ഞാൻ ലളിതമാക്കാം. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പൊരുതുക. വിശ്വാസം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന മലയാളത്തിൽ വിശ്വാസം, വിശ്വസിക്കുക, ഈ പദങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇംഗ്ലീഷിൽ ബിലീവ് എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ മറ്റൊരു പദമുണ്ട്, ഫെയ്ത്ത് ഉണ്ട്. ഗ്രീക്കിലേക്ക് വരുമ്പോൾ രണ്ട് പദം വരുന്നുണ്ട്, പിസ്റ്റിസ് ആൻഡ് പിസ്റ്റിയോ എന്നാണ്. പിസ്റ്റിസ് എന്ന പദം കാണുന്നത് മൊത്തവും അതെല്ലാം ലേഖനങ്ങളിലാണ് നമ്മൾ പിസ്റ്റിസ് എന്ന പദത്തെ കാണാം. പിസ്റ്റിയോ എന്നുണ്ട്. പിസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ക്വാളിറ്റിയെ കാണിക്കുക. മനസ്സിലാകുന്നുണ്ട്? വിശ്വാസത്തിൻ്റെ ക്വാളിറ്റി, ആ വാക്കാണ് ഫെയ്ത്തായി വന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ക്വാളിറ്റി വെളിപ്പെടുത്തുന്നൊരു വാക്കാണ് ഫെയ്ത്ത്. ഇനി അടുത്തത് പിസ്റ്റിയോ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയാപദമാണ്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ കാണിക്കുന്നു. അതാണ് ബിലീഫ്, ബിലീവ് ആൻഡ് ട്രസ്റ്റ്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ക്രിയാപദങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് ആശയം പിടികിട്ടിയോ? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വിശ്വസിക്കുന്നു, വിശ്വസിക്കുക, വിശ്വസിച്ചാൽ, ഇതെല്ലാം നമ്മൾ പിസ്റ്റിയോ എന്ന് കാണുമ്പോൾ പിസ്റ്റിസ് എന്ന യഥാർത്ഥ റൂട്ട് വേർഡ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നിൽക്കുന്നത് ഗുണത്തിലാണ്. ഇപ്പം പിടികിട്ടിയോ? ഇവിടെ എന്തിനു വേണ്ടിയാ പൊരുതേണ്ടത്? വിശ്വാസത്തിൻ്റെ ഗുണം പോകാതിരിക്കാൻ എന്ത് ചെയ്തോണം? പൊരുതിക്കോണം. അപ്പം ഈ ഗുണം പോയാൽ പിന്നെ എങ്ങനെ? ഉപ്പ് കാരമില്ലാതായാൽ ആദാ കാര്യം. വിശ്വാസത്തിൻ്റെ ഗുണം പോയി കഴിഞ്ഞാൽ പിന്നെ, ഞാനതിന് നല്ലൊരു ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഗുണമുള്ള വിശ്വാസത്തെ മറ്റൊരു രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നു. 1 തിമോത്തി 1:18 വായിച്ചു. 1 തിമോത്തി 1:18. ചിലർ 18 2 സോറി, അത് തന്നെ 19. ഓക്കെ. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് എങ്ങനെ? അപ്പോൾ ഇത് ഹൃദയത്തിലുള്ള കടുകുമണിയുള്ള വിശ്വാസമല്ല, ഇവരുടെ ആ ഗുണം പോയി. അവരുടെ ആ വിശ്വാസത്തിൻ്റെ ഗുണം പോയി കഴിഞ്ഞപ്പം ഇപ്പോൾ അവരെന്ത് ചെയ്തു? വിശ്വാസ കപ്പൽ തകർന്നുപോയി. അപ്പോൾ പൊരുതിയില്ലെങ്കിൽ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കൊരിന്തുകാരോടൊരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ചോണം. അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ ഇരിക്കുന്ന എത്ര പേർക്കും മനസ്സിലാകും ഞാൻ വിശ്വാസത്തിലാണെന്ന്? ആരുടെ വിശ്വാസ കപ്പല തകർന്നേ? പൗലുസിൻ്റെ കൂടുള്ളവരാ. ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? അലക്സാണ്ടർ, ഹ്യൂമനയോസ്, ഫിലേത്തോസ്, ദേമാസ്. ഈ കരുത്തന്മാരുടെ എല്ലാം വിശ്വാസക്കപ്പൽ എന്ത് ചെയ്തു? ആരുടെ കൂടെ നടന്ന ആളാ? പൗലോസ് നോക്കിയാൽ ഭൂതവിളകും. ഇത്രയും റേഞ്ചുള്ള മനുഷ്യൻ്റെ കൂടെ ഉള്ള 4 എണ്ണം. അപ്പോൾ പിന്നെ ജയോത്സവത്തിൽ വന്നെന്നും പറഞ്ഞ് ഇടികിട്ടിയോ? IPC-കാരാന്നും പറഞ്ഞ്, അയ്യോ ഇതൊക്കെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഓർത്തത് ഞങ്ങളിവിടെ ജയോത്സവത്തിലാണ്, ധൈര്യമായിട്ടിരിക്കും എന്നും പറഞ്ഞാണോ ഇരിക്കുന്നത്? നിങ്ങളെവിടെ പോകുന്നത്? ഞങ്ങൾ ഇന്നിടത്താ. ഓക്കെ, കൊള്ളാം, നല്ല ചർച്ച്. ചർച്ചിന് കുഴപ്പമൊന്നുമില്ലെന്നേ. ഇവിടെ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ കൂടെ നടന്ന 4 എണ്ണം. ലൂക്കോസിൻ്റെ പേര് പറഞ്ഞ 2 പേര് പറഞ്ഞ ആളാ ദേമാസ്. അങ്ങനെ കരുത്തോടെ പ്രയോജനപ്പെടേണ്ട 4 എണ്ണത്തിൻ്റെ വിശ്വാസക്കപ്പൽ തകർത്ത് കളഞ്ഞതുകൊണ്ട് ഇവിടെ തിമോഥെയോസിന് പറഞ്ഞു കൊടുക്കുകയാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം. ഇനി ഈ തിമോഥെയോസ്, പൗലുസും തിമോഥെയോസും തമ്മിലുള്ള അന്തരം ഏകദേശം ഒരു 30 വയസ്സിൻ്റെ ജനറേഷൻ ഗ്യാപ്പാണ്. 10 കൊല്ലം പൗലുസിൻ്റെ കൂടെ നടന്ന തിമോഥെയോസ് എഫെസോസ് സഭയുടെ ലീഡർഷിപ്പിലേക്ക് വരിക. ഇവിടെ ഉള്ളതെല്ലാം സീനിയർ ആൾക്കാരാ, സീനിയോറിറ്റി ഉള്ളവരാ, കരുത്തന്മാരുള്ള സഭയിലോട്ട് ചെല്ലുമ്പോൾ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ദൂതാണ് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതേ ഇടത്ത് തന്നെ ചിലതിൻ്റെ വിശ്വാസക്കപ്പൽ തകർത്ത് സാത്താൻ തലപൊക്കി നിൽക്കുമ്പോൾ അവിടെ നീ
പൊരുതാതെ പറ്റത്തില്ല. എൻ്റെ കൂടെ ഇറങ്ങിയ, എൻ്റെ കൂടെ നടന്ന് ശുശ്രൂഷയിലൊപ്പമുണ്ടായിരുന്ന പലതും തകർന്നിട്ടും ഇവിടെയാ നീ നിൽക്കുന്നതെന്ന ബോധ്യം ഇന്ന് രാത്രി നിന്നെ ഭരിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തികളെ വിവേചിച്ചിടപെടുന്നത് അതീവ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വെളിപ്പാടായത്. നിങ്ങൾക്ക് പടകുണ്ടോ? നിങ്ങൾ പടകിൽ തന്നെയാണോ? ചിലർ പറയുന്നുണ്ട് വിശ്വാസ ജീവിത പടകിൽ ഞാൻ. പടകൊക്കെ പൊളിഞ്ഞു, പലക മാത്രമേ ഉള്ളൂ. പടകിൻ്റെ ചെറിയ പലകയുടെ പീസിൽ അള്ളിപ്പിടിച്ച് കിടന്നാ പാടുന്നേ. വിശ്വാസ ജീവിത പലകയേ ഉള്ളൂ, പടകൊക്കെ പൊളിഞ്ഞെന്നേ. വേറെ ചിലർ പടകാന്നും പറഞ്ഞ് തുഴയുന്നുണ്ട്. പക്ഷെ നടുക്ക് എവിടെയോ ഒരു ദ്വാരം, വെള്ളം കയറിക്കൊണ്ടിരിക്കുക. മിക്കവാറും ഈ കൊല്ലം തന്നെ മുങ്ങും. വേറെ ചിലർ പാടുന്നുണ്ട് പടകാണെന്ന, പക്ഷെ പടകല്ല, ഏതോ മുതലയുടെ വെള്ള. വേറെ ചിലത് മുതലയുമൊന്നുമല്ല, ഏതോ ഡോൾഫിൻ്റെ വാലിൽ തൂങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക ദിശ അറിയാതെ. ഇന്ന് രാത്രി തിരിച്ചറിയണം, നിൻ്റെ വിശ്വാസത്തിൽ തന്നെയാണോ നിൻ്റെ യാത്ര? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗുണമുള്ള വിശ്വാസം, നിങ്ങൾ വിശ്വാസത്തിൻ്റെ കടുകുമണിയോളമുള്ള വിശ്വാസമല്ലിത്, ഹൃദയത്തിലെ വിശ്വാസമല്ല. ഈ വിശ്വാസം, എൻ്റെ ഗുണമുള്ള ഈ വിശ്വാസം, പിസ്റ്റിസ്, അതെൻ്റെ പാതയാണ്, അതെൻ്റെ ഗോളാണ്, അതെൻ്റെ ഡെസ്റ്റിനിയാണ്, അതാണ് എൻ്റെ പടക്. ഇത് തകരുന്നത് എൻ്റെ വിശ്വാസം എൻ്റെ ആത്മീയത മൊത്തം തകരുക. നിത്യത എന്ന എൻ്റെ ലക്ഷ്യ തുറമുഖത്തേക്ക് എന്നെ എത്തിക്കുന്നത് ഈ വിശ്വാസമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തീരത്ത് നമ്മളെല്ലാം ഒരുമിച്ചുണ്ട്. അങ്ങ് തീരത്തെത്തുമെന്ന് എന്താ ഉറപ്പ്? അങ്ങ് മറുകരയിൽ എത്തണ്ടേ? മറുകരയിലല്ലേ വീട്, മറുകരയിലല്ലേ വാഗ്ദത്തം, മറുകരയിലല്ലേ നിക്ഷേപം, മറുകരയിലല്ലേ പേര്, മറുകരയിലല്ലേ നമ്മുടെ അവകാശം, മറുകരയിലല്ലേ പ്രാണനാഥൻ, മറുകരയിലല്ലേ വിശുദ്ധന്മാർ. അവിടെ അല്ലേ കാത്തിരിക്കുന്നത്. ഇവിടെ ഉള്ളതാണോ വലുത്? അവിടെ എത്തണ്ടേ? അതിനല്ലേ ഒരുങ്ങേണ്ടത്, അതിനല്ലേ അകത്തളം തിളക്കേണ്ടത്. ഇന്ന് രാത്രി തീരുമാനിക്ക്, ഇവിടമല്ല വലുത്, മറുതീരമാ വലുത്. അർത്ഥനം ജലാറവൗഷസ്കരാധനാജല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ വിശ്വാസത്തിന് വേണ്ടി പൊരുതുക. ഈ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയില്ലെങ്കിൽ വിശ്വാസം ത്യജിക്കും. കർത്താവ് തന്നെ പറഞ്ഞു, കർത്താവ് മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഇനി ഈ വിശ്വാസത്തിൻ്റെ ഫൈറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ത്യജിക്കേണ്ടി വരും. എങ്ങനെയാണ് ഒരുവൻ വിശ്വാസത്യാഗത്തിലേക്ക് വീഴുക? അതിനൊരു പ്രോസസ് ഉണ്ട്. ഒരു 3 ഘട്ടം കഴിയുമ്പോഴാണ് ഒരുവൻ വിശ്വാസത്യാഗത്തിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് പറയാം, നിങ്ങളിൽ ആ വിശ്വാസത്യാഗം ആരംഭിച്ചോന്നറിയുക. അറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ട്രാക്ക് കറക്റ്റ് ചെയ്യണേ. ഒരുപക്ഷെ നിങ്ങളിൽ ആ വിശ്വാസത്യാഗം ആരംഭിച്ചെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. പല നാളുകൾ കൊണ്ട് നമ്മൾ വിശ്വാസത്യാഗത്തിൽ വീഴും. പിന്നെ മടങ്ങി വരവില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയാമോ? നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവൻ്റെ അവൻ്റെ ട്രാക്ക് മാറ്റിയാൽ പിന്നെ എത്തില്ല. അതായത് നമുക്ക് വെച്ചിരിക്കുന്നൊരു ട്രാക്കുണ്ട്, ആ ട്രാക്കിൽ തന്നെ ഓടാവൂ. നമ്മളെ വേറെ ഒന്നും ചെയ്യിപ്പിക്കേണ്ട, ചെറിയ രീതിയിൽ നമ്മളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ട്രാക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓടിയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് വിശ്വാസത്തിൽ നിന്നൊരുവനെ വിശ്വാസം ത്യജിക്കത്തക്കവണ്ണം പിശാച് കൊണ്ടുവരുന്ന ഫൈറ്റ്? അതിന് നമ്മൾ പൊരുത്തണം. എബ്രായ ലേഖനം എടുത്താട്ടെ, 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുക. എബ്രായർ അതാ എങ്ങനെ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ ഇടയുണ്ടാകുമായിരുന്നുവല്ലോ, അല്ലേ? അവരോ സ്വർഗീയമായതിനെ തന്നെ ശ്രദ്ധിച്ചോളൂ. എബ്രായ വിശ്വാസികൾക്ക് സംഭവിച്ച വിശ്വാസത്യാഗം
നമ്മൾ ഈ എബ്രായ ലേഖനവും യാക്കോബിൻ്റെ ലേഖനവും യൂദയുടെ ലേഖനവും ഒക്കെ വളരെ ആഴമായി, പത്രോസിൻ്റെ ലേഖനം, ഈ ലേഖനങ്ങൾക്കെല്ലാം വലിയ പ്രത്യേകത ഉണ്ട്. പീഡനത്തിന് മുൻപ്, പീഡനം കഴിഞ്ഞ് എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലേഖനം, പീഡനത്തിൻ്റെ സമയത്ത് എബ്രായ ലേഖനം എഴുതുമ്പോൾ പീഡനം തുടങ്ങുന്നേ ഉള്ളൂ. ഒരു കൂട്ടം സിംഹഭാഗം ദൈവസന്നിധിയിലേക്ക് വിശുദ്ധിയോടെ നിന്നു എന്ന് നമ്മൾ ഉറക്കെ പറയുമ്പോൾ ഒരു ചെറിയ കൂട്ടത്തിന് സംഭവിച്ച ഗതികേട് എന്താണെന്നറിയാമോ? അവർ വിശ്വാസത്തിൽ നിന്ന് വീണു. അവർ ഈ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു. അവർ വിശ്വാസത്യാഗികളായി. അവർ വിശ്വാസത്യാഗികളായതിൻ്റെ പേരിൽ ലേഖനകർത്താവ് ഈ ലേഖനം എഴുതിക്കൊണ്ട് 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടിക നിരത്തി കൊണ്ടുവന്ന് പറയുകയാണ്, അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ. കേട്ടോ, എബ്രായ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുക, ഇത്രയും വലിയ വിശ്വാസവീരന്മാർ അവർ ഈ മണ്ണിൽ അവർ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി, വിളി കേട്ടിറങ്ങി. അവരെല്ലാവരും കണ്ടത് എന്താണ്? അവർ എന്തിനെ പ്രതിയായി ഇറങ്ങിയത് കൃത്യമായി പറയുക. പക്ഷേ ഈ വിശ്വാസത്യാഗം സംഭവിച്ചവർക്ക് എന്താ സംഭവിച്ചത്? ഇവിടെ പറയുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോയേനെ. അതിൻ്റെ അർത്ഥം ഈ 11-ാം അധ്യായത്തിലെ വിശ്വാസവീരന്മാർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ലെന്ന് പറയുമ്പോൾ എബ്രായ ലേഖനത്തിലൂടെ വിശ്വാസത്യാഗം സംഭവിച്ചവർക്ക് സംഭവിച്ച ഗതികേട്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു. ഞാൻ ഒരു ലളിതമായൊരു കാര്യം പറയാം എൻ്റെ പ്രിയരെ. ശരിക്കും നമുക്ക് ദൈവത്തെ വലുതായിട്ട് അറിയത്തില്ല. എന്താണെന്ന് പറയാം, നമ്മൾ ജഡത്തിലായതുകൊണ്ട്, ഞാൻ പകൽ പറഞ്ഞു, ജഡത്തിലായതുകൊണ്ട് നമ്മൾ ഈ ജഡപ്രകാരമാണ് ദൈവത്തെ അറിയുന്നത്. എന്നാൽ ദൈവം ആത്മാവാണ്, പിശാചും ആത്മാവാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊത്താണ് ദൈവവുമായിട്ട് അടുക്കുകയും പിശാചിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ട. അതായത് വഴി അടയ്ക്കുന്ന പിശാച്, പിന്നെ ശാസന പിശാചിനോട്. അങ്ങനല്ലേ? സത്യമല്ലേ? ജോലിയെ തടയുന്നു, പിന്നെ ശിവന്റെ നാമത്തിൽ വിട്ടുപോകും. അങ്ങനെ ശാസനയാണ്. പാപം ചെയ്യിപ്പിക്കുന്നതോ അന്നേരം വിശാസന വരില്ലല്ലോ. പിടികിട്ടിയോ നമുക്ക്? അതാ കാര്യം. അല്ലാതെ ഒരു നുണ പറയാൻ ടെൻഡൻസി വന്നു, യേശുവിൻ നാമത്തിൽ നുണയുടെ പിശാച് പറയുമോ? ഇല്ല, അതങ്ങ് പറയുക. അതായത് നമുക്ക് ആവശ്യമുള്ളതും നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനൊത്താണ് നമ്മുടെ ആത്മീയം കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളെക്കാൾ ദൈവത്തെ അറിയാവുന്നത് പിശാചിനാണ്. കാരണം ലൂസിഫർ അത്യുന്നത സ്വർഗത്തിലെ സ്വർഗാദി സ്വർഗത്തിലെ ആരാധനയുടെ മുൻപിലായിരുന്നു. അത്യുന്നത സ്വർഗത്തിലുള്ള ദൈവത്തെ ആരാധിക്കുന്ന വകുപ്പിൽ മുൻസ്ഥാനത്തായിരുന്നു ലൂസിഫർ. അതുകൊണ്ട് നമ്മളെക്കാൾ ആരെ അറിയായിരുന്നു? ദൈവത്തെ അറിയാം. അതുകൊണ്ട് ഈ പിശാച് ഒരുക്കുന്ന കെണികളെല്ലാം ആ റേഞ്ചിലാണ്. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ച പോലെ നന്മയ്ക്ക് നേരെ വാദിക്കുന്നു, അപ്പോൾ നമുക്ക് പടപടാ അടിയാണ്. രോഗമിട്ട് പൊരുതുന്നു, അടിയോടടിയാണ്. നമ്മളിതൊക്കെ ചിന്തിക്കുന്നത്. ശരിക്കും പിശാചിനെ ഒന്ന് വിളിച്ച് ഒന്ന് ചോദിക്കേ, പിശാച് എൻ്റെ നന്മയ്ക്ക് നേരെയാണോ വാദിക്കുന്നത്? എന്തിന്? എടാ, എനിക്ക് നിൻ്റെ നന്മ എനിക്ക് വേണ്ട. എനിക്ക് ബാങ്ക് അക്കൗണ്ട് വേണ്ട, എനിക്ക് വിദേശയാത്ര വേണ്ട, എനിക്ക് കാറ് വേണ്ട, എനിക്ക് ജോലി വേണ്ട. പിന്നെ എന്താ ലക്ഷ്യം? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. എന്താ ശരിക്കും അവൻ്റെ ടാർഗറ്റ്? 24 മണിക്കൂറും അധ്വാനിക്കുന്ന പിശാചിൻ്റെ ടാർഗറ്റ് എന്താ? അതൊന്നും അറിയണ്ടേ? ഇവിടെ ഈ പിശാചിൻ്റെ മനഃശാസ്ത്രം അറിയണം, ദൈവത്തിൻ്റെ നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തെ പിശാചിന്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഒരു കാരണം, പിശാച് തൻ്റെ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുന്നത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ. നമുക്ക് പക്ഷേ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നത് നമുക്ക് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഈ പിശാച് ഒരുക്കുന്ന പദ്ധതികളെല്ലാം ദൈവത്തിൻ്റെ മനഃശാസ്ത്രം അറിഞ്ഞ നമ്മളിവിടെ ജീവിക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? നമുക്കും ഇഷ്ടംപോലെ ജീവിക്കുക. എന്നിട്ട് അവിടെ വിചാരം ദൈവം പാവ, കാണാനൊന്നും കഴിയത്തില്ല, പാവ. ഞാൻ ഈ ഹോളി വന്ന് നല്ലൊരു 2 അന്യഭാഷ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാവം ദൈവം അങ്ങ്. പിന്നെ അതല്ലേ നമ്മുടെ ടെക്നിക്കുകളെല്ലാം. അതാ
നമ്മൾ ഇവിടെ ഇരുന്ന് നല്ല പ്രാർത്ഥന, ആരാധന, അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടെന്നേ. പിന്നീട് ഇനി ഈ ദിവസം 2 മണിക്കൂർ ഹോളിൽ, ഈ ഒരു ദിവസം തന്നെ 22 മണിക്കൂർ കിടക്കില്ലേ? ശരിക്കും നമ്മൾ ജീവിക്കുന്നതാണോ നോക്കേണ്ടത്, അഭിനയമാണോ നോക്കേണ്ടത്? നമ്മൾ അങ്ങനെ നോക്കുമ്പം 22 മണിക്കൂർ ഇനി കിടക്കുക. അപ്പോൾ 2 മണിക്കൂർ ഈ ആലയത്തിൽ വന്ന് നമ്മൾ ഒന്നാന്തര അഭിനയം, നമ്മൾ ക്യാരക്ടറായിട്ടിരിക്കുക ഇവിടെ. ഇത് കഴിയുമ്പോഴാണ് ശ്വാസം നേരെ വീഴുന്നു. ആശീർവാദം കഴിയും, പുറത്തോട്ട് ഇറങ്ങൂടെ. ഓ, ഇത്ര നേരം അങ്ങനല്ലേ? നമ്മൾ ഹോളിലോട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുവാണെന്ന്, ഓ ഇപ്പം ഫ്രീ ആയി. ഇനിയിപ്പം അന്നേരത്തിന് സംസാരമൊക്കെ നോർമലായി. നമ്മളിങ്ങനെയാ ഇവിടെ. ഞാൻ ഇനി ഒന്നുകൊണ്ട് ലളിതമായി പറഞ്ഞാൽ, പിശാച് ദൈവത്തിൻ്റെ മനഃശാസ്ത്രം അറിഞ്ഞൊരുക്കുന്ന കെണിയിലൊന്നാണ് വിട്ടു പോകുന്നതിനെ ഓർമ്മിപ്പിക്കുക. ഇത് പുറമേയുള്ള കാര്യമല്ല, മനസ്സ് നടക്കുന്ന കാര്യമാണ്. എന്തു വിട്ടോ ആ വിട്ടതറിയാതെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇരിക്കുന്നത് ജയോത്സവത്തിലാണ്, പെന്തക്കോസ്തിലാണ്. പക്ഷെ ഹൃദയത്തിൻ്റെ അകത്ത് റീൽ ഓടുന്ന എന്താണെന്നറിയാമോ? വിട്ടിറങ്ങിയതാ. ആ പഴയ ആ പള്ളിയൊക്കെ കാണുമ്പോഴത്തേനൊരു തോന്നിയിട്ടില്ലേ? ഓ, ആ മധുഭാവൊക്കെ പണ്ട് ഇതാ ചുവപ്പ് കളറും. ആരുടെയും കല്യാണത്തിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഒരു മനസ്സിലൊരു പോക്കുണ്ട്. ഇങ്ങനെ ഇരിക്കുക. പുറമേ നമ്മളിങ്ങനെ വെള്ളെഴുത്തിൻ്റെ കണ്ണാടി, വെള്ളമുടി, ഫുൾ വെള്ള ബൈബിള്, വെള്ള സോക്സ്, ഫുൾ വെള്ള. അങ്ങനെ വെള്ളയായതുകൊണ്ട് നമ്മുടെ വിചാരം വെള്ള വാച്ച് എല്ലാം ഫുൾ വെള്ളയായതുകൊണ്ട് നമ്മളിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. പക്ഷേ ഹൃദയം എവിടെ ഇരിക്കുക? വിട്ടു പോകുന്നതിന് ഓർത്തിട്ടിരിക്കുക. വേറെ ചിലരുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പിരിവൊന്നും തരത്തില്ല, ഞങ്ങളിതൊക്കെ വിട്ടതാണ്, ഞങ്ങൾ ഇങ്ങനെയുള്ള ഇതിന് ആരാധനയൊക്കെ കഴിഞ്ഞായതുകൊണ്ട് അവിടുത്തെ ഒരു പിരിവിനും കാശ് തരത്തില്ല. പക്ഷെ അവിടെ ഗാനമേള നടക്കുമ്പം ഞങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കും. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് കേൾക്കത്തില്ല, കേൾക്കുന്ന രീതിയിൽ നീങ്ങിയിരിക്കും. ആരോടെങ്കിലും ചോദിക്കും ഇന്ന് ആരായിരുന്നു? അപ്പോൾ അവർ പറയാം ഫ്ലവേഴ്സിൽ നിന്നായിരുന്നു. നിങ്ങൾ കേട്ട് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ഞങ്ങളിതിലൊന്നും പക്ഷെ വീട്ടിലെല്ലാം ഓഫ് ചെയ്തിട്ടിരുന്ന് ഇവിടെ ഇരിപ്പുണ്ട് ആളുകൾ. അതല്ല ഞാനീ പറയുന്നത്. കുതിര കണ്ടത് പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ലോകം. പക്ഷെ പരിപാടി നടക്കുമ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ന്യൂസ് വിടാതെ കയറിയിരുന്ന് ഇരുട്ടിരുന്ന് വിട്ടുപോകുന്നതിനെ ഓർക്കുക. ഇതിന് നമുക്ക് നിസ്സാരമായിട്ടാണ് കരുതുന്നത്. വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ 30 ലക്ഷം പേര് ഇറങ്ങിത്തിരിച്ചു. അതിൽ 30 ലക്ഷം പേര് ഇറങ്ങിത്തിരിച്ചതിൽ എത്തിയത് എത്ര പേരായിരുന്നു? അതാരൊക്കെയാ? യോശുവയും കാലേബും. അപ്പോൾ ഈ 30 ലക്ഷം പേരിൽ അവരെ എന്തുകൊണ്ട് അവിടെ എത്തിച്ചില്ല? പല കാരണങ്ങളിൽ. ഒരു റീസൺ എഴുതിയിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോസ്തല പ്രവൃത്തി 7:39 ഒരു വാക്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇസ്രായേൽ മക്കൾ 30 ലക്ഷം പേരിൽ ഒരു കൂട്ടത്തെ എത്തിക്കാതിരുന്നതിൻ്റെ റീസൺ പറയുക. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ ഹൃദയം കൊണ്ട് എങ്ങനെയാ പിന്തിരിഞ്ഞേ? അല്ല, എങ്ങനെയാ പിന്തിരിഞ്ഞേ? ശരീരം കൊണ്ടോ? ശരീരം കൊണ്ട് മോശയുടെ കൂടെ എങ്ങോട്ട് പോവുക? കനാലിലോട്ട്. ഹൃദയം കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? നമ്മുടെ ചിന്ത ഇതാ ഞാൻ പറയുന്നത്. പിശാചൊരുക്കുന്ന കെണി കേട്ടോണം. നമ്മളെങ്ങനെയാ ഇതിനെ അളക്കുന്നത്? നമ്മൾ അളക്കുന്നത് ശരീരം കൊണ്ട് വന്നല്ലോ അവൾ പറയാം ആരാധനയ്ക്ക് വന്നത്. പക്ഷെ ആരാധനയ്ക്ക് വന്നത് ശരീരം കൊണ്ടാ. നമ്മൾ അതിന് 10 മാർക്ക് ഇടുമ്പം എൻ്റെ തമ്പുരാൻ്റെ മനസ്സെങ്ങനെ കാണുന്നറിയോ? ഇതാ പ്രശ്നം. അതാ ഞാൻ പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിനെ പോലെ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റിയില്ല. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെക്കാൾ പാവമായിരുന്നു പിശാച് കേട്ടോ. സത്യം അത്. ഞാനതിന് പറയും, നിങ്ങളെന്നോട് പിണങ്ങൊന്നും വേണ്ട. പിശാച് പാപം ചെയ്തായിരുന്നു. ഈ ലൂസിഫർ പാപം ചെയ്തു പറ? ഇല്ല. പുള്ളി അവിടെ വർഷിപ്പിനിടയ്ക്ക് പുള്ളി ഇങ്ങനെ വർഷിപ്പ് ചെയ്തോണ്ടിരിക്കുക. മേളിൽ കയറി അവിടെ വേണം ഇരിക്കായിരുന്നു. ഇരുന്നില്ല.
ഇരുന്നില്ല, പുള്ളി ഭാഗത്താൻ ഓർത്തതേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞേ, പിശാചിന് ദൈവത്തെ നന്നായിട്ടറിയാം. അതറിഞ്ഞ അവൻ്റെ പ്ലാൻ, ആ പിശാചിനറിയാം ഇവർ ഈ കർത്താവ് പുള്ളിയുടെ സ്വഭാവം എന്നാണെന്നറിയാം. അങ്ങേർക്ക് ഈ പുറമേ ഉള്ളതൊന്നും അല്ല അങ്ങേര് നോക്കുന്നേ. അങ്ങേര് ഹൃദയം നോക്കിയിട്ട് എനിക്കിട്ട് പണത്, അല്ല ഞാൻ കയറാൻ ചെന്നില്ല. ഞാനിങ്ങനെ വർഷപ്പിനിടയ്ക്ക് പരിശുദ്ധൻ 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 മേളം കാണും, അവിടെ സിംഹാസനത്തിനോട് ഞാൻ സമനാകും, എൻ്റെ സിംഹാസനാകും. അതിനു മുമ്പേ കശാന്ന് വെട്ടിയെറിഞ്ഞു. ഇതല്ലേ സംഭവിച്ചേ. അത് വെച്ച് നോക്കുമ്പോൾ ഈ പിശാചിന് നമ്മളോടുള്ള വൈരാഗ്യം എന്നാണെന്നറിയാം. നമ്മൾ ചോദിക്കുന്നത് ഇത്രയും പോരാട്ടം പറഞ്ഞുതരാം. അതിൻ്റെ കാര്യം പിശാചിനോട് തന്നെ പിശാച് പറയുന്ന ഇതാണ്, എൻ്റെ ദൈവമേ ഞാൻ മനസമാധാനത്തോട് ഒരെണ്ണം പോലും എന്ത് ചെയ്തില്ല. ചെയ്തതിന് മുമ്പ് എന്നെ വെട്ടി. അതുകൊണ്ട് അവളിരിക്കുന്നുണ്ട്, ചെയ്തതിന് വല്ല കയ്യും കണക്കുമുണ്ടോ? അവൻ്റെ ഇരിപ്പ് കണ്ടോ? അവൻ ഒരു ലൈസൻസും ഇല്ലാതെ ചെയ്യുന്നു, അവൻ എണ്ണം പോലും ഇല്ല. എന്നിട്ട് അവനെ പിന്നെയും ചേർത്ത് പിടിക്കുക. ഞാനൊന്ന് മനസമാധാനത്തോടെ ചെയ്യാൻ എന്നെ വെട്ടി, അവനെ വെട്ടാതെ പിടിച്ചിരിച്ചിരിക്കുക ജയോത്സവത്തിൽ. ഈ പിശാചിന് നമ്മളോടുള്ള വൈരാഗ്യം വേറൊന്നുമില്ല. അതിന് പിശാച് ആവർത്തിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിനെ ഓർപ്പിക്കുക. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് ഇറങ്ങി അവർ പോകുന്നത്, അവർ പാടുന്നത്, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഞാൻ ഇനി അങ്ങ് സിയോൻ നഗരി പോകുമെന്നൊക്കെ പോകുന്നു. പുറമെ ഇങ്ങനെ പാടിപ്പാടി പോകുന്നെങ്കിലും ഹൃദയം കൊണ്ട് അവർ മിസ്രയീമിലേക്കാണ് പോകുന്നത്. എൻ്റെ ദൈവം നോക്കുന്നത് പുറമെയുള്ള പ്രകടനമല്ല, അവൻ ഹൃദയം നോക്കുന്നവന്. അതുകൊണ്ട് ഇന്ന് രാത്രി അറിയണം, നിന്റെ ബാഹ്യ പ്രകടനം നോക്കി മാർക്കിടുന്ന ഒരുവനല്ല ദൈവം. ഹൃദയത്തിൻ്റെ നിലവാരം അറിഞ്ഞ് ദൈവം നിന്നെ അളക്കുന്നത് അത് അപകടമാണ്, അത് വലിയ വിനയാണ്. ഇന്ന് രാത്രി തീരുമാനമെടുക്ക്, ഹൃദയ പരിച്ഛേദന അത്യാവശ്യമാ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഇന്ന് അഭിനയങ്ങളൊക്കെ നിർത്തണം. അഭിനയിക്കരുത്, ജീവിക്കണം. അതാ നമ്മൾ അറിയേണ്ടത്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്ത്, വിട്ടുപോകുന്നതിനെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്നു ഭവിച്ചു. ഇനി ഞാൻ അധികം പറഞ്ഞാൽ അത് പിന്നെയും വിഷമാകും. ഞാൻ അടുത്ത കാര്യം വിട്ടുപോകുന്നതിനെ ഓർപ്പിക്കുക. പത്രോസിൻ്റെ 2-ാം ലേഖനം 2:20-21 എല്ലാവരും ഒന്ന് എടുത്ത് വായിച്ച് പെട്ടെന്ന്. 2 പത്രോസ് 2:20-21 വായിച്ച്. കർത്താവും രക്ഷിതാവുമായ, ശ്രദ്ധിച്ചോണം, യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇവിടെ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടി. എന്തുകൊണ്ട് ലോകത്തിൻ്റെ മാലിന്യം വിടാൻ കാര്യം? അതായത് ഈ ലോകത്തിൻ്റെ മാലിന്യമാണെന്നുള്ള ബോധം വന്നത് എങ്ങനെയാണ്? അതാണ്. അതായത് ഞാൻ ഒന്നുകൂടെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ മുമ്പ് ഫൺ, എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ എങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ കർത്താവിനെ അറിയുന്നതിന് മുമ്പേ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു ബാച്ചിലർ പാർട്ടി, അത് എന്താണെന്നറിയാമല്ലോ. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം എല്ലാവരും കൂടെ കൂടിയിരുന്നു, സൊറ പറയുന്നു, വട്ടം കൂടിയിരിക്കുന്നു, മിച്ചറുമായിട്ട് വരുന്നു, പിന്നെ അവിടെ ഇരിക്കുക ഒരു സന്തോഷം. പിന്നെ ഒത്താല് നമ്മുടെ പ്രായമുള്ള അമ്മച്ചിമാരും കൂടും. ക്രിസ്മസ് അല്ലയോടാ വാടാ, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു ക്രിസ്മസിൻ്റെ വകയായിട്ടൊരു വട്ടക്കൂട്ടൽ. പിന്നെ ഡിസംബർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേക്കും പിന്നെ വൈനും, അത് സൾസ ഒഴിച്ച വൈന് ഒരു മഗ് അടിക്കുന്നു, അവിടെ കിടന്ന് എഴുതുന്നു. ഇത് നമുക്കിത് പാപമാണെന്ന് എപ്പോഴാണ് ബോധം വന്നേ? ഇത് ശരിക്കും നമ്മൾ പുറത്തോട്ട് നോക്കി നമ്മൾ അന്നേരം നമുക്കെന്തോ ഇത് പാപമായിട്ട് തോന്നിയോ? നമ്മൾ പറയുന്നത് ക്രിസ്മസ് അല്ലയോടാ പിന്നെ, അല്ലേ പിന്നെ ഇന്നലെ 2 അല്ലേ പിന്നെ എപ്പോഴാണ് ഇത് പിടിക്കുന്നത്? ന്യൂ ഇയറിനല്ലേ പിന്നെ എപ്പോഴാണ് അടിക്കുന്നത്? എടാ, ഈ അടിക്കുന്നത് പാപമാണെന്ന് നിനക്ക് ബോധം കിട്ടിയത് എപ്പോഴാണ്? ക്രിസ്മസ് ആകുമ്പോൾ ഓണം ആകുന്നതിന് നമ്മൾ തിയേറ്ററിൽ പോകുമായിരുന്നു. അന്നതിന് ഞങ്ങളെല്ലാവരും കൂടെ പോവാം പടം കാണാൻ. ഇപ്പോൾ അത് ശരിയല്ലെന്ന് പിടികിട്ടിയത് എപ്പോഴാണ്? യേശുക്രിസ്തുവിൻ്റെ അതാ. ഇപ്പം ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ അവർക്കൊന്നും തോന്നാത്തൊരു കാര്യം യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ്. ഇനി ഒരു അപകടം കേട്ടോണം, ഈ പരിജ്ഞാനം പോകുന്നതും പ്രശ്നമാണ്. അതായത് ക്രിസ്തു പരിജ്ഞാനമകത്തുള്ളത് കൊണ്ട് പാപമാണെന്ന് നമുക്ക് ബോധം കിട്ടുന്നത്.
പരിജ്ഞാനം പോയാൽ അതാ ഈ നായ ഛർദിലടിക്കുന്നുകൊണ്ടിരിക്കും. ഈ നായ ഛർദിലടിക്കുന്നതിൻ്റെ കാര്യം, പന്നി ചെളി കിടക്കുന്നതിൻ്റെ കാര്യം അവർക്ക് ആ ബോധമില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ ബോധം കിട്ടിയത് ക്രിസ്തു പരിജ്ഞാനത്താൽ. ഇനി ആ വാക്ക് ശ്രദ്ധിച്ചോണം, ക്രിസ്തു പരിജ്ഞാനത്തിൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. ഇനി അടുത്തത് അവിടെ. ഇപ്പൊ ശ്രദ്ധിച്ചോ, എങ്ങനെ, ഏതിലാ? മാലിന്യത്തിൽ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം, പിശാചിന്റെ ഒരു ലക്ഷ്യം കണ്ടോ? വിട്ടോടിയ നിന്നെ അതിൽ വീണ്ടും കൊടുക്കും. ഏതു വിട്ടോ അതിൽ വീണ്ടും കൊടുക്കും. കൊടുക്കിയാൽ ഇനി എന്താ സംഭവിക്കുന്നത്? തോറ്റുപോയാൽ, ഞാനതിൻ്റെ ഒരു രസകരമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ഇവിടെ വെച്ചാണ് നമ്മൾ ആ പരിജ്ഞാനം കിട്ടിയത്. ഈ റേഞ്ചിൽ നിന്ന് നമ്മളെ പരിജ്ഞാനത്തിൽ കർത്താവ് നമ്മളെ ഒരു റേഞ്ചിലോട്ട് പൊക്കിക്കൊണ്ടുവന്നു. ഈ വൃത്തികെട്ട പിശാച് ഇവിടെ വെച്ചുണ്ടല്ലോ വിട്ടു പോകുന്നത് കയറ്റിവിട്ടു. ഏതാ? എന്ത് നീ വിട്ടോ ആ വിട്ട സാധനം ഹൃദയത്തിലോട്ട് ചെയ്തില്ല, ഹൃദയത്തിലോട്ട് കയറ്റിവിട്ടു. വിട്ടപ്പോൾ ഇവിടുന്ന് ഒരു വീഴ്ചയുണ്ട്. ഈ വീഴ്ച ഇവിടെ ലാൻഡിങ്ങിലല്ല പതിക്കുന്നത്, പകരം അതിനേക്കാൾ താഴോട്ടാണ് പോകുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് ആത്മീയരറിയേണ്ടത്. പിശാചന്റെ ഏറ്റവും വലിയ കെണി എന്താണെന്നറിയാമോ? വിട്ടുപോകുന്ന സാധനം നിന്റെ അകത്തേക്ക് ഡംപ് ചെയ്യുന്നതോടെ നീ ഇറങ്ങി തിരിച്ചതിനേക്കാൾ താഴെ പോകും. എപ്പോഴാ ഇത് ഞാൻ പകൽ പറഞ്ഞു? വിളിയും വാക്തത്വവും ദർശനവും നിയോഗമുള്ളതിന് നേരെ സാത്താൻ കൊണ്ടുവരുന്ന പദ്ധതിയാ. ഇതിനെ ജയിക്കണം. സ്വതന്ത്രം. ഈ വിട്ടുപോന്നു എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ ലോകത്തിൻ്റെ മാലിന്യം എന്താ? പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 13:22 വായിക്കേ. ലോകത്തിൻ്റെ മാലിന്യം പറയുമ്പം നിങ്ങൾക്ക് ഇത്തിരി പ്രയാസം തോന്നുമെങ്കിൽ സാരമില്ലെന്നേ, ബൈബിളല്ലയോ? മത്തായില്ലേ 13:22? അതാണ് അച്ചായ ശ്രദ്ധിച്ചോണേ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും വചനം കേൾക്കുമ്പോൾ എന്തൊക്കെയാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാവരും. ഈ ലോകത്തിൻ്റെ ചിന്തയും ഈ രണ്ട് സാധനം അകത്ത് കയറിയിട്ട് എന്താ ചെയ്യുന്നത്? ഞെരുക്കിയിട്ട് നിഷ്ഫലമല്ല. ശ്രദ്ധിച്ചു നോക്കി, നിഷ്ഫലമാണോ നിഷ്ഫലൻ? ഈ സാത്താൻ്റെ കെണി പിടികിട്ടിയോ? ഈ നമ്മുടെ ദൈവത്തിൻ്റെ സൈക്കോളജി നമ്മളെക്കാൾ ഈ പിശാചിനറിയാം. എൻ്റെ കാരണം പറഞ്ഞുതരാം. ഫലമില്ലാതായാൽ പിതാവ് എന്തു ചെയ്യും? അതാ ഈ പിശാച് പറഞ്ഞത്. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇവരുടെ പിതാവിനെ കൊണ്ട് തന്നെ ഇവൻ്റെ തലയ്ക്ക് കോടാലി വീഴ്ത്താൻ ഒറ്റ പണിയുള്ളൂ. ഇവന് ഫലമില്ലാതെ അങ്ങോട്ട് നിർത്തി കൊടുത്താൽ അങ്ങേര് തന്നെ വെട്ടും. പുള്ളിക്ക് ഒന്നാമത് ഒരു കരുണയില്ലാത്ത ആളാണ്. ഫലമില്ലാതായാൽ വെട്ടും. ഫലമില്ലാതാക്കണമെങ്കിൽ രണ്ട് സാധനം ഇട്ട് കൊടുത്താൽ മതി. അകത്ത് ഒരുവൻ ഫലമില്ലാതാക്കി കളയുന്ന തരത്തിൽ രണ്ട് സാധനം വീഴും. അതൊന്ന് ഉറക്കെ പറ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ്. ലോകത്തിൻ്റെ ചിന്തയും ഈ രണ്ട് സാധനം വീഴുന്നതോടെ നമ്മൾ എങ്ങനെയാവും? അപ്പോൾ പിതാവായ ദൈവം ഫലമില്ലേ വിട്ടും. ഇനി നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം എന്താ? ഈ അത്തിവൃക്ഷത്തിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ഫലം തിരക്കുക. എപ്പോഴാണ് തിരക്കാൻ ചെന്ന്? ഈ കർത്താവിൻ്റെ സൈക്കോളജി ഈ പിശാചിനറിയാം. പുള്ളി ഫലം തിരക്കാൻ ചെല്ലുന്നത് നമ്മുടെ സമയത്തല്ല. ഈ പിശാചിനറിയാം. ഇവരുടെ വിചാരം സഭായോഗത്തിലിരിക്കുമ്പം വരുമെന്നാണ്. സഭായോഗം രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങി രണ്ടാമത്തെ പാട്ടിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പാടുന്ന സമയത്ത്, അല്ലെങ്കിൽ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേലും കർത്താവ് വന്ന് ഉള്ള ഫലം പറക്കിക്കൊണ്ട് പോകുന്നു പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. അല്ലെ പ്രസംഗത്തിന് കഴിഞ്ഞുള്ള ആ വർഷിപ്പിലേലും കർത്താവ് വന്ന് ഉള്ള ഫലം പറിക്കും. പക്ഷേ പിശാചിനറിയാം അങ്ങേര് ഇപ്പോഴെങ്ങും വരത്തില്ല. അങ്ങേര് വരികയാണെങ്കിൽ ആ സമയത്തെ വരും.
നമ്മളാണെങ്കിൽ പറയുന്നത് ഞായറാഴ്ച ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ 10 11 12 നമ്മൾ പറഞ്ഞു ഇപ്പോൾ കർത്താവേ 1 1:30 പൊഴിയാൻ തുടങ്ങി. പിന്നെ 2 പിന്നെ അണ്ണാൻ വരാൻ തുടങ്ങി. പിന്നെ 3 മണിയായപ്പോഴത്തേനും മരപ്പട്ടി കയറി. 4 മണിയായപ്പോഴത്തേനും പിന്നെ അതിലെ പോയ പിള്ളേരൊക്കെ എറിയാൻ തുടങ്ങി. 5 മണിയായപ്പോഴത്തേനും TV എടുത്ത് ഓൺ ചെയ്തു, ഉള്ളതുകൂടെ പൊഴിഞ്ഞു. 6 മണിയായി കഴിഞ്ഞപ്പോൾ ന്യൂസ് കാണാനിരുന്നു, പിന്നെയും പൊഴിഞ്ഞു. 7 മണിയായപ്പം പിന്നെ ഏതാണ്ട് പ്രൈം ചാനൽ ചർച്ച. അതിൻ്റെ ഇടയ്ക്കിരുന്ന് അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും കൂടെ നീയോട് ചേർന്ന് പറഞ്ഞു ചാനലിരിക്കുന്നവരെ കൂടെ പറയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പൊഴിഞ്ഞു. അത് കഴിഞ്ഞ് രാത്രിയായപ്പം ക്രൈം ഫയലോ ക്രൈം ഇൻവെസ്റ്റിഗേഷനോ അതിരുന്ന് കണ്ടു, ബാക്കി കൂടെ പൊഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വന്നപ്പോൾ മൊബൈലിൽ ഇങ്ങനെ തൂത്ത് ഫേസ്ബുക്കിൽ കയറി കുറച്ച് പൊഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ ചെന്നു വീണ്ടും പൊഴിഞ്ഞു. റീല് കണ്ടു വീണ്ടും പൊഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആരോ ഒരു ഫോൺ ചെയ്തു, നാട്ടുകാരുടെ മൊത്തവും കുറ്റം പറഞ്ഞു, വീണ്ടും പൊഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് 12 1 മണിയൊക്കെ ആയപ്പം ഏറെക്കുറെ ഇലയും പൊഴിഞ്ഞു. അന്നേരം കർത്താവ് 1:30 മണിയായപ്പം ഫലം തിരക്കാൻ വരുമ്പോൾ ഉണക്കക്കമ്പായിട്ടിരിക്കുക. നീ ഇപ്പം പിടികിട്ടിയോ? നമ്മളത് ഇത് പിശാചിനറിയാം. കർത്താവ് ശപിക്കണമെങ്കിൽ ഫലമില്ലാതായാൽ മതി. ഒരാത്മീകനെ ഫലമില്ലാതാക്കി മാറ്റുന്ന 2 ഡമ്പായത് ഈ ലോകത്തിൻ്റെ ചിന്തയും. ഇതെങ്ങനെ അകത്തോട്ട് കയറിയേ? ഇതെന്താ അകത്തോട്ട് കയറിയോ? അതൊരു രസം. ഒരുത്തൻ വചനം അതാ എപ്പോഴാ വായിച്ചു വെച്ച ആ വാക്യം അതാണ് എപ്പോഴാ ഇത് കയറുന്നേ? വചനം കേൾക്കുമോ? വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ കർത്താവ് ഹൃദയം തുറന്നു വരും. ആ സമയത്ത് വിത്തിൻ്റെ കൂടെ കളയും കൂടെ വീഴും. ഈ വിത്തിൻ്റെ കൂടെ വീഴുന്ന 2 കളയാണ് ഈ ലോകത്തിൻ്റെ ചിന്തയും. അല്ല, ഞാൻ വിഷമമൊക്കെ വരുന്നു നിങ്ങളുടെ മുഖത്ത്. 1 തിമോത്തി കുറിവാക്യം 1 തിമോത്തി 6:12 വായിച്ച് 11 കൂടെ ചേർത്ത് വായിക്കുക. അപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. വിശ്വാസത്തിൻ്റെ നല്ല പുറ പൊരുതാനല്ലേ. 1 തിമോത്തി 6:12. അപ്പോൾ പൊരുതുന്നതിന് മുമ്പേ ഇനി 11 വായിച്ചോ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോ അത് ഇത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ. അപ്പോൾ 1 പിന്തുടരുക, പൊരുതുക, പിടിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോണേ 3 കാര്യം ദൈവത്തിൻ്റെ മനുഷ്യൻ ചെയ്യേണ്ട 3 കാര്യമാണ്. 1 പിന്തുടരുക, പൊരുതുക, പിടിക്കുക. ഇതിനു മുമ്പ് ഒരെണ്ണം വിടണം. 11 ബാക്കി എല്ലാവരും നോക്കിക്കേ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ഉറക്കെ പറഞ്ഞേ, ഏതാണ്? എല്ലാവരും അതങ്ങോട്ട് പറയാൻ പേടി. 9 വാക്യം വായിക്കിനി. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചന എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചോണേ. എങ്ങനെ വായിച്ചാട്ടെ? എങ്ങനെ? ഏതാഗ്രഹമാണ്? ഇനി നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താ? ഉപസിക്കല്ലേ? ആഗ്രഹം എന്താ? പ്രാർത്ഥനാ വിഷയം പറഞ്ഞല്ലോ. ആഗ്രഹം എന്താ? ഇൻറ്റൻഷൻ. ലക്ഷ്യം എന്താ? സ്തോത്രമൊക്കെ അവിടെ നിൽക്കണ്ടേ? ലക്ഷ്യം എനിക്കറിയാം. ധനികന്മാരാകണം. ഇതിന്ന് മാത്രമല്ല, എഫെസോസ് സഭയുടെ ശുശ്രൂഷയിലേക്ക് പോകുന്ന പൗലോസ് തിമോത്തിയോസിന് പറഞ്ഞു കൊടുക്കുക. അവിടെ ഉള്ള പുള്ളികൾ ഇപ്പം എങ്ങനായി? അവിടെ നീ ഇപ്പം ചെല്ലുക എഫെസോസിലോട്ടെ. അവിടുത്തെ വിശ്വാസിയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? അർത്തമീസിന്റെ ക്ഷേത്രത്തിൽ നിന്ന് അതെല്ലാം വേണ്ടെന്നും വെച്ചിറങ്ങിയതാ. പക്ഷെ ഇപ്പോ ആഗ്രഹം ധനികന്മാരാകണം. കഴിഞ്ഞ തലമുറ പാടിയതും പ്രാർത്ഥിച്ചതുമൊക്കെ ലോകം വേണ്ട. നമ്മളോ അത് പാടുമ്പോഴത്തേനും പറയത് ശിവന്റെ നാമത്തിലെ നെഗറ്റീവ് സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യുക. അത് നെഗറ്റീവ് സ്പിരിറ്റാന്നാണ് പറയുന്നത്. ഞാൻ കേട്ടതാ. എൻ്റെ വണ്ടിയിൽ ഇങ്ങനെയുള്ളതേ ഇടൂ. ഇപ്പോൾ ഒരാൾ കയറിയിട്ട് പുറകിരുന്ന് ഞാൻ ശ്രദ്ധിച്ചത് എന്നാണ് ഈ പറയുന്നത്.
ഈ പാട്ട് കേട്ടിട്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ കാണാം. അതും പറഞ്ഞ് നമ്മൾ കരഞ്ഞു പോവുക. അപ്പോഴേ പറയുന്നത് അപ്പോഴെനിക്ക് പിടി കിട്ടി. ഇതിനകത്തെല്ലാം കയറി കിടക്കുന്ന ഇതാ. ഒന്ന് ഓർത്ത് നോക്കി. സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്ക് വർണ്ണിക്കാം. ആ കാലഘട്ടത്തിൽ പാടിയതല്ലേ, മുൻപേ പോയിടുന്നോർ. നമ്മളാണ് എന്താ പറയുന്നത്, ആ മരണത്തിൻ്റെ സ്പിരിറ്റിനെ ഈശ്വര നാമത്തിൽ. പൗലോസ് പറഞ്ഞു മരിക്കുന്നത് എനിക്ക്. അപ്പൊ പിന്നെ ഈ പുള്ളി എന്തോ വട്ടുപിടിച്ചെഴുതിയാണ്. എല്ലാവരും ഉണ്ടോ ഇവിടെ? കാഴ്ചപ്പാടുകളെ പിശാചി കയറി സ്വാധീനിക്കുന്ന കണ്ടോ? കഴിഞ്ഞ തലമുറ ഇറങ്ങിയത്, കണ്ടത്, പ്രാർത്ഥിച്ച ദർശനത്തിൽ നിന്ന് നമ്മളെ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് മാറ്റി നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന ധനവാന്മാരാകാനുള്ള കൊതിയാണ്. പിന്നെ നമുക്ക് കൊതിയ നമ്മുടെ പ്രാർത്ഥനയിൽ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നേ. പ്രാർത്ഥനയുടെ ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി, ജോലി എന്നിട്ട് നല്ല ഇതിന്, അത് കഴിഞ്ഞിട്ട് എന്നാ ബാക്കി പറയത്തില്ല. ദൈവമേ മാനിക്കണേ. അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശത്രുക്കൾ കണ്ട് അതെങ്ങനെ, പകയ്ക്കുന്നവർ കണ്ട് എങ്ങനെ, അതെന്താണെന്നേ. ഇതിനകത്ത് വല്ല ആത്മീയമാണോ? പിണങ്ങി എന്നോടല്ലേ? എന്നോട് പിണങ്ങരുത്. ഞാൻ ആ വചനം കാണിച്ചു തരുന്നത് എന്നാന്നറിയോ? എഫെസോസ് സഭയ്ക്ക് സംഭവിച്ച ഗതിയാണ്. ഇങ്ങനെ പോയാൽ വെയിൽസിൽ, നമ്മുടെ ഈ തലമുറയിൽ ഏറ്റവും വലിയ ഉണർവ് വെയിൽസിലാണ്. യു കെയിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോട് അന്വേഷിച്ചാൽ അറിയാം. ഒരു കാലത്ത് ബാറുകളും നിശാപ്പാർട്ടി നടന്ന പബ്ബുകളുമൊക്കെ ആലയങ്ങളായി. പക്ഷെ ഇന്നോ പെന്തക്കോസ്താലയങ്ങൾ വ്യഭിചാരശാലകളായി. പെന്തക്കോസ്താലയങ്ങൾ അടച്ചുപൂട്ടി ആളില്ല വരാൻ. ഇങ്ങനെ കേരളക്കരയിൽ സംഭവിക്കും. ഇങ്ങനെ പോയാൽ വില കൊടുക്കുന്ന ഒരു കൂട്ടം എഴുന്നേറ്റേ പറ്റൂ. നമ്മളെ വിളിച്ച വിളിക്കകത്ത് ഇതല്ല പിശാച് കൊണ്ടുവരുന്നു. ഇതിനകത്തൊരു അപകടം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അടുത്ത ആ വാക്യം ഒന്ന് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്ത് ഞാനത് ഒന്ന് പറഞ്ഞു തരാം. ആഗ്രഹിക്കുന്നവർ പരീക്ഷ കെണിയിലും അകപ്പെട്ട് പിന്നെ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ ഇനി അടുത്തത് ശ്രദ്ധിച്ചോണേ. ദ്രവ്യാഗ്രഹം മൂലമല്ലോ ഇത് ചിലർ കാക്ഷിച്ചിട്ട് എങ്ങനെയാ ഇപ്പൊ വിശ്വാസം വിട്ടുപോകുന്നത്? എങ്ങനെയാ? ദ്രവ്യാഗ്രഹം. പക്ഷെ നമ്മുടെ രീതി എങ്ങനെ അറിയാമോ? ദ്രവ്യാഗ്രഹവും ആത്മീയവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ എങ്ങനെ ആഗ്രഹിക്കുന്നത്? ധനവാനെ പോലെ അടിച്ചു പൊളിക്കണം ഇവിടെ, എന്നിട്ട് ലാസറിനെ പോലെ സ്വർഗത്തിൽ പോയിട്ട് ധനവാനെ പോലെ അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമായിട്ട് ഇവിടെ ജീവിക്കുക. മേളിൽ ചെല്ലുമ്പം ലാസർ ഇരുന്ന പോലെ ഇരിക്കണം. അതെങ്ങനെ ഒക്കുന്നേ? ദൈവത്തെയും മാമോനെയും. ശരിക്കും രണ്ട് യജമാനന്മാരെന്ന് പറഞ്ഞിട്ട് ആ യജമാനന്റെ പേര് കർത്താവ് പറയുന്നു, ദൈവവും മാമോൻ. അതാരാ? പണം. പിശാചല്ല, പണം. എന്നിട്ട് നമ്മുടെ ആഗ്രഹം എന്താ? ദൈവവും വേണം. പരീശന്മാരെ വിളിക്കുന്നൊരു പേരുണ്ട്, ദ്രവ്യാഗ്രഹികളായ പരീശന്മാരെ. അപ്പൊ ഇന്നത്തെ ആത്മീയത കയറി വരുന്ന സാധനം എന്താണെന്നറിയോ? പരീശ ഭക്തി. പിശാച് കൊണ്ടുവരിക ഇതിനകത്തൊരു മെജോറിറ്റി ഇങ്ങനെ ആകുക. അതിൻ്റെ കാര്യം എന്ന് ഞാനിത് പറയുമ്പം ഒരു സിംഹഭാഗം 90% വിശ്വാസികളുടെ അകത്തും ഈ സാധനം വീണ് കഴിയും. എന്താണെന്നറിയാമോ? ഈ ദ്രവ്യാഗ്രഹം. എഫെസോസ് സഭയ്ക്ക് സംഭവിച്ച അപകടം പറഞ്ഞു കൊടുക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഇത് ചിലർ കാക്ഷിച്ച് വിശ്വാസം വിട്ട്. ഞാനൊരു കാര്യം പറയാം. എഫെസോസ് സഭയിൽ ഈ ഗതികേടിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നതിൻ്റെ ഒരു അപകടം എന്താണെന്നറിയോ? പാപമാണെന്നൊരു ബോധം കിട്ടില്ല. പക്ഷെ വേദപുസ്തകം പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പുതിയ നിയമത്തിലെ വാക്ക്, ഈ
ദ്രവ്യാഗ്രഹം കണക്റ്റ് ആയിരിക്കുന്നത് എന്തിനോടാണെന്നറിയോ? എഫെസ്യ ലേഖനം പറയുന്നത് വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. അപ്പൊ ഈ ദ്രവ്യാഗ്രഹം കണക്റ്റ് ആയിരിക്കുന്നത് എന്തിനോടാ? ഇനി ഒന്നുകൂടെ പറയാം. വേദപുസ്തകത്തിൽ ചെറിയ പാപമുണ്ട്, അങ്ങനെ നമുക്ക് തോന്നുന്നു. നമുക്കും അങ്ങനെ ചിന്തിക്കും, ചെറുതുമുണ്ട് വലുതുമുണ്ടെന്നാണ്. പിശാചിന് ചെറുതും വലുതുമില്ല. ഇനി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ചെറുതും വലുതും ഒരു ബന്ധമുണ്ട്. എങ്ങനെയെന്നറിയാമോ? ചില പാപങ്ങൾ, അതായത് വേദപുസ്തകത്തിൽ ദൈവം ക്ഷമിക്കാത്തൊരു പാപമുണ്ട്. അതായത് ബാക്കി നമ്മൾ ഈ വലുതെന്ന് പറയുന്ന പാപത്തിൽ 7-ാം കൽപ്പനയാണ് നമ്മുടെ വലിയ പാപം. അതാ നമ്മൾ നമ്മൾ 10 വീണ് കിടക്കുക, എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുക. അവരെല്ലാം 7-ൽ 5-ലും ഒക്കെ വീണെന്നാ പറയുന്നത്. ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതൊരു സംഭവം എന്നറിയോ? ഏറ്റവും വെറുക്കുന്ന പാപം ദ്രവ്യാഗ്രഹമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, മറ്റേഴാം കൽപ്പന വീണാൽ പോലും മടങ്ങി വരാം. മടങ്ങി വരവില്ലാത്ത ഏക പാപം. പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഇനി ഒന്നുകൂടെ ലളിതമാക്കാം. നമ്മൾ പറയുന്നു ദൈവം അത്ഭുതം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ തലമുറയിൽ ദൈവം എന്തുകൊണ്ട് വീര്യപ്രവൃത്തി ചെയ്യുന്നില്ല? ദൈവം എന്തുകൊണ്ട് ഞങ്ങളെ ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്നാരും ഉപയോഗിക്കുന്നില്ല? നമ്മുടെ ചോദ്യമാണ്. അതിനെന്താ കാരണമെന്നറിയാമോ? നമ്മളെല്ലാം പറയുന്ന കാരണം, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാരെയാ പറയുന്നറിയോ? നിങ്ങളത് പിടിച്ചില്ല. ഞാൻ വിചാരിച്ചു ഈ ദൂതിൻ്റെ ഭയങ്കര റേഞ്ചിലേക്ക് നിങ്ങൾ വരും. ഞാൻ ഓർത്തത് നിങ്ങളിപ്പം ഈ ദൂതും കൊണ്ടിപ്പം പോയേനെ. പുള്ളി മൊത്തം നിങ്ങളെ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത്? ഇങ്ങനെ വിളിക്കരുത്, ഇത് നിങ്ങൾ പറയുന്നു. ഇനി ഞങ്ങൾ പാസ്റ്റർമാരെല്ലാം കൂടെ കൂടി ഇരിക്കുമ്പോൾ ഞങ്ങളെന്താ പറയും? ഞങ്ങൾ പറയുന്നത് ഉപദേശത്തെയാണ്. അതൊക്കെ മറ്റേ അവർ ന്യൂജൻകാരാണ്, അവരെ കൊല്ലാക്കൊല ചെയ്യും. ഈ ന്യൂജൻകാർ അടിക്കുന്ന അവരെല്ലാം പറയുന്നറിയോ? ഈ പാരമ്പര്യക്കാരന്മാർ കാരണമാണ് ഇവിടെ മൊത്തം പ്രശ്നമെന്ന് പറയുന്നത്. ശരിക്കും ഇതെന്നാ പ്രശ്നം? ദൈവത്തിന് ഇങ്ങനൊരു വിഭാഗീയത ഒന്നും ഇല്ലെന്നേ. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ദ്രവ്യാഗ്രഹം എന്ന പാപം അപകടമാണ്. ഉപയോഗിക്കപ്പെടുന്നവൻ്റെ അകത്ത് പിശാചി ദ്രവ്യാഗ്രഹം കയറ്റിവിടും. അത് കയറിയാൽ പിന്നെ ദൈവം കൈയൊഴിയും. ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്, ഇനി കർത്തൃദാസന്മാരാകാനുള്ളവരുമുണ്ട്. നിങ്ങൾക്കായി ദൂത് പറയുന്നത്, ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുമെന്ന് ഉറപ്പായാൽ പിശാച് നിങ്ങളുടെ അകത്തേക്ക് കയറ്റിവിടുന്ന സാധനം ദ്രവ്യാഗ്രഹമാണ്. നിങ്ങൾ പോലും അറിയത്തില്ല. ഈ സാധനം അകത്ത് വന്നാൽ പിന്നെ നിങ്ങളെ ദൈവം ഉപയോഗിക്കില്ല. അതായത് പിന്നെ അവസരമില്ല. വേദപുസ്തകത്തിലാക്കാൻ ദ്രവ്യാഗ്രഹത്തിലാണ്, പൊങ്ങിയിട്ടില്ല. വീണ്ടും നമ്മൾ തിരുവചനത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്ക്. അനന്യ സഫീറ വീണത് ദ്രവ്യാഗ്രഹത്തില, അവസരം ദൈവം കൊടുത്തില്ല. യൂദ വീണത് ദ്രവ്യാഗ്രഹത്തില, പൊങ്ങിയില്ല. വിശ്വാസത്യാഗം എന്ന് വരാൻ കാരണം വീണത് ദ്രവ്യാഗ്രഹത്തില. ഈ സാധനം പിശാച് അപ്പോസ്തലന്മാരുടെ എല്ലാം അകത്ത് കയറ്റിവിട്ടു. പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം വിട്ടിട്ട് വന്നില്ല, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ സാധനം മറ്റേത് വർക്ക് ചെയ്യുക, ദ്രവ്യാഗ്രഹം കയറി വരിക. കർത്താവപ്പടെ ശാസിച്ചുകൊണ്ട് പാവപ്പെട്ടവർ രക്ഷപ്പെട്ടില്ലേ? പുള്ളി പോയത്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ പൊന്നോ വെള്ളിയോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പോളിൽ ഇത് വന്നു. തിമോത്തിയോസിനോട് പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കണം. അതിൻ്റെ അർത്ഥം കാലാകാലങ്ങളായി ഉപയോഗിക്കപ്പെടുന്നവരുടെ അകത്ത് പിശാച് കയറ്റിവിട്ടത് ഇതാ. ഇതൊരു വിഷം പോലെ സ്പ്രെഡാകുക. എങ്ങനെ അകത്തോട്ട് കയറുന്നത്? എങ്ങനെ? എന്നെപ്പോലുള്ള ഉപദേശിമാരെ പിശാച് കരുത്തിലെടുക്കുന്നേ, അല്ല വേറെ എവിടുന്ന്? ഞങ്ങൾ പറയുന്നത്, സിസ്റ്ററെ ഒരു റോൾസ് റോയ്സിൽ പോകുന്നതായിട്ട് ബ്രദറെ കാണുന്നല്ലോ. റോൾസ് റോയ്സ് പാവപ്പെട്ട ആൾട്ടോയ് ഓടിച്ച് മര്യാദയ്ക്ക് നടക്കുകയായിരുന്നു. അപ്പോഴവനോട് പറയുന്നത് റോൾസ് റോയ്സ് കാണുന്ന. അവൻ ഉടനെ ഉള്ള കള്ളക്കടമെല്ലാം കൂടെ മേടിച്ച് ഫിനാൻസുകാരെ കണ്ടുപിടിച്ച് റോൾസ് റോയ്സ് എടുത്തു. അതിൻ്റെ ടയർ മാറാറായപ്പോഴത്തേന് അവൻ്റെ ആധാരവും ജപ്തി. അന്നേരം അവൻ പറയുന്നു, അല്ല ബ്രദർ വളരെ മോശമാണ്, അവരൊക്കെ തട്ടിപ്പ, അവരെല്ലാം ഇതാണ്, ഇതെല്ലാം ഞാൻ പോയി എനിക്ക് റോൾസ് റോയ്സ് കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടി. അത് പക്ഷേ അതെനിക്ക് കടവായി. കേൾക്കുന്നില്ല ഇതൊക്കെ. ഇതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? ഈ സാധനം ഈ ഡംഫൈൽ കയറുക അകത്ത്. ഇതാണോ കഴിഞ്ഞ തലമുറ കണ്ടത്? ഇവിടെ വല്ലതും നേടാനാണോ അവരിറങ്ങിയത്?
പള്ളി വിട്ട്, പട്ടക്കാരെ വിട്ട്, പാരമ്പര്യം വിട്ട്, വീട് വിട്ട്, പലതും ലോകത്തിൻ്റെ സുഖവും വേണ്ടെന്നും പറഞ്ഞിറങ്ങിയപ്പോൾ ദൈവം നന്മ കൊടുത്തു. പക്ഷേ ഇന്നത്തെ ആത്മീകരുടെ അകത്ത് ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വെപ്രാളമാണ്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പക്ഷേ ഭൗതികത്തിന് വേണ്ടി ഞാൻ 14 കൊല്ലമായിട്ട് ഭൗതികം പ്രാർത്ഥിക്കാത്തതാണ്. 14 വർഷം എൻ്റെ ഈ ചെവി ഡ്രില്ല് ചെയ്ത് ഹോൾ ചെയ്തത്. എനിക്ക് ചെവി കേട്ടുകൂടാ. ഞാൻ അതിൻ്റെ അടുത്ത് നിന്നിട്ടൊന്നും കേൾക്കാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കിത് ഡ്രില്ല് ചെയ്താൽ എനിക്കിത് കേൾക്കത്തില്ല, തുരന്നിരിക്കുക ഇങ്ങനെ. ഇത് നടന്നു കഴിഞ്ഞ് ഈ സർജറി നടക്കുന്നതിന് കൃത്യം 1 മാസം മുൻപ് ഞാൻ കേട്ട ദൈവശബ്ദമായിരുന്നു, എന്നെ വേണോ, എൻ്റെ എന്നുള്ളത് വേണോ. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ മതി. അത് കഴിഞ്ഞ് ഞാൻ കടന്നു ഏറ്റവും വലിയൊരു ശോധനയായിരുന്നു ഇത്. അത് കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് 1 മാസം കഴിഞ്ഞ് കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ ഞാൻ അഡ്മിറ്റ് ആകുന്നേ. 3 മാസം തലയും വെച്ച് കെട്ടിയിരിക്കുമ്പോഴും ഭൗതികത്തിന് വേണ്ടി കരഞ്ഞില്ല. എന്നെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു അവിടെ. തല മുഴുവൻ വെച്ച് കെട്ടി 3 മാസം സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന എനിക്ക് ദൈവമല്ലാതെ ആരുമില്ല. ഭൗതികം ചോദിച്ചില്ല. ആ ടെസ്റ്റ് ദൈവം ചെയ്ത് ഇതുവരെ ഈ നിമിഷം വരെ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിലൊരു ഭൗതികവും കയറിയിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ഞാൻ അതിനി നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നറിയില്ല, പക്ഷേ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനതിനൊരു നല്ല എക്സാമ്പിളൂടെ പറയാം. ഒരു നല്ല എക്സാമ്പിൾ, ഒരു ലളിതമായ കാര്യം. എൻ്റെ അനുഭവത്തിൽ എൻ്റെ മക്കൾ 2 പേരും സെമിനാരിൽ പഠിക്കുക. അവർ സെമിനാരിൽ പോകുന്നതിന് മുമ്പ് ഞാൻ മാർച്ചിൽ കുവൈറ്റിലായിരുന്നു. അപ്പോൾ കുവൈറ്റിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ വിളിച്ച് ചോദിച്ചു, എന്തോ വേണോ അടവേ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പപ്പ ഇങ്ങ് വന്നാൽ മതി. ഞാൻ പറഞ്ഞത്, ആ സെമിനാരിൽ പോലിയൂടാ, ഞാൻ എന്തോ കൊണ്ടുവരണമെന്ന് പറയാം. എന്നോട് പറഞ്ഞു, ഒന്നും വേണം. ഞാൻ വിചാരിച്ചു മറ്റേ അവിടെ കാണാൻ പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പറയടാ. എന്നാതെ ബെൻസൺ പാസ്റ്റർ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. ഇവന്മാരോട് പറഞ്ഞാൽ പറയടാ, എന്തേലും വേണ്ട പപ്പ, പപ്പായെ കണ്ടാൽ മതി, ഒന്നും വേണ്ട, പപ്പായ്ക്ക് വന്നാൽ മതി, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, പപ്പായ്ക്ക് വന്നാൽ മതി. നിങ്ങൾ പറ, ഇവനൊക്കെ എന്നെ മതിയെന്ന് പറയുമ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു. എനിക്കിനി വെറും കൈയോടെ ചെല്ലാൻ പറ്റുമോ? മറ്റേത് അവന്മാർ വല്ല പിന്നെ സോപ്പോ ജീപ്പോ കണ്ണാടി എന്ന് പറഞ്ഞാൽ അത് മാത്രം വരട്ടെ. എനിക്ക് പറയടാ, നീ ചോദിച്ചോ ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് അങ്ങനല്ലേ. ഇപ്പം കാര്യം പിടികിട്ടിയോ? കാര്യം ഇവനൊക്കെ പറയുവാണ് എന്നെ മതിയെന്ന്. എനിക്ക് വെറുതെ ചെല്ലാൻ പറ്റുമോ? ഇനിയിപ്പോൾ ചെല്ലുന്നത് അവൻ്റെ റേഞ്ചിലല്ലല്ലോ, എൻ്റെ റേഞ്ചിലല്ലേ. ഇതാ നമ്മൾ മനസ്സിൽ നമ്മുടെ ഉണക്ക ചിന്തയ്ക്കകത്തുള്ള കുറേ വിഷയം വെച്ചോണ്ട് അത് തരണേ. അപ്പം പ്രവാചകൻ വന്ന് പറഞ്ഞ് പിടിച്ചു വെക്കടി മറിയെന്ന്. ഉടനെ അതെല്ലാം കൂടി പിടിച്ചു വെച്ചിരിക്കുക. നീ അത് വലിച്ച് ഊരക്കളഞ്ഞിട്ട് അപ്പാ എനിക്ക് നീ മതിയെന്ന് പറ. എന്തേലും ചോദിക്കുമ്പോൾ കണ്ടത് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് കരയാതെ പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ ഹിതം മതി. അപ്പച്ച നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്. ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ ഇറങ്ങുമ്പം ആ ഓട്ടോക്കാരനോട് ചോദിക്കുമ്പോൾ എൻ്റെ എത്ര ബ്രദറെ. അപ്പോൾ പുള്ളി പറയാ, അച്ഛാ എൻ്റെ ഇഷ്ടം പോലെതാ പറ. സാധാരണ എല്ലാവരുടെയും കാര്യമല്ല. ചിലർ ഓട്ടോയും കീറി അവിടെ കിടന്ന് അവൻ്റെ പോക്കറ്റും കീറി അതല്ല. മാന്യരാണെങ്കിൽ നമുക്കറിയാമല്ലോ, സ്ഥിരം വരുന്നത് 50 രൂപയ്ക്കാണ് വരുന്നത്. അവൻ അച്ഛന് ഇഷ്ടം പോലെതാ 50 കൊടുക്കുമോ? ഇല്ല, മറിച്ച് നമ്മൾ 50 തരണം, 50 തന്നെ തരും നിനക്ക്. ഇപ്പം എന്തോ പിടി കിട്ടി. നമുക്കിന്നൊന്ന് പ്രാർത്ഥനയൊന്നും മാറ്റണ്ടേ? നമുക്കത് വേണം. ആ ഭൗതികതൊക്കെ ഒന്ന് മാറ്റിയിട്ടേ നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എനിക്ക് നിന്നെ മതിയെന്ന്, നിൻ്റെ കൃപയിൽ എനിക്ക് നിൽക്കണമെന്ന്, കർത്താവേ നിൻ്റെ സ്നേഹത്തിൽ നിൽക്കണമെന്ന്, എനിക്ക് നിന്നെ കൂടുതൽ അറിയണമെന്ന്, കർത്താവേ ഈ തലമുറയിൽ വീണു പോകാതെ നിൽക്കണമെന്ന്, പണത്തിൽ വീഴാതെ ലോകത്തിൽ വീഴാതെ നിന്നെ മാത്രം സ്നേഹിച്ചോ എനിക്ക് നീ മതി കർത്താവേ. കർത്താവേ എനിക്ക് നിന്റെ ഇഷ്ടം മതി. ഓ റബന ഘടക രഗജനാദി അകത്താ വെളിപ്പാട് നിറയട്ടെ. എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ ഞാൻ സന്തോഷത്തോടെ യാത്ര ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിളിയുള്ളവനെ തകർക്കുന്ന ഈ ദുരാത്മമണ്ട ഇതൊരു ചെറിയ കാര്യമല്ല. യൂദയെക്കുറിച്ച് പറയുമ്പോൾ ചെറിയ ആളല്ല, ക്വാളിറ്റി ഉള്ള ആളാ. കാരണം
ഈ ടാക്സ് കളക്ടറായ മത്തായി ഉള്ളിടത്താണ് യൂദയെ പണസം ചെയ്യിപ്പിച്ചത്. ഏൽപ്പിക്കാൻ കാര്യം എഴുത്തുമാനയില്ലാതാണ്. ആ വെങ്കൽ ഭരണി കുടയ്ക്കുമ്പോഴേ പുള്ളിക്ക് പിടി കിട്ടി 300 വെള്ളിക്കാശിനുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുള്ള ആളെ വിളി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ യൂദയുടെ മേലുള്ള വിളിയുടെ റേഞ്ച് എന്തായിരുന്നു. ഈ പിശാച് എന്തിനാ ദ്രവ്യാഗ്രഹത്തിൽ വീഴിച്ച് ബാക്കി ഒന്നിനും വീഴിച്ചതിൻ്റെ കാര്യം, ഇടി വീണ പിന്നെ ദൈവം എടുക്കത്തില്ല. ഇടി വീണ പിന്നെ ദൈവം കയ്യിലെടുക്കുകയല്ല. ഇതുകൊണ്ട് യൂദയുടെ റേഞ്ച് എന്താണെന്ന് അറിയണമെങ്കിൽ യൂദയ്ക്ക് പകരം അപ്പോസ്തലന്മാർ ചീട്ടിട്ടെടുത്തത് മത്തിയാസിനെയാണ്. പക്ഷെ ദൈവം അത് അംഗീകരിച്ചോ? ഇല്ല. ദൈവം എടുത്തത് ആരെയെന്നറിയാം? പൗലുസിനെ. ഇനി നിങ്ങൾ നോക്ക്, യൂദയുടെ റേഞ്ച് എത്രയും വരുമായിരുന്നു എന്ന ചോദ്യത്തിനൊറ്റ മറുപടിയേ ഉള്ളൂ. പൗലോസ് എന്ന കരുത്തൻ എങ്ങനെ പ്രയോജനപ്പെട്ടോ അതുപോലെ പ്രയോജനപ്പെട്ടേനെ. അല്ലയോ യൂദ, ഈ 30 വെള്ളിക്കാശിൻ്റെ സ്വാധീനം വന്നപ്പോൾ നിനക്കതിനെ ശാസിച്ചുകൂടായിരുന്നോ? പിടികിട്ടിയോ? ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വലിയ വിളിയും നിയോഗമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അകത്തേക്ക് എന്ത് കിട്ടും എന്ന തോന്നൽ വരുന്നത്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തേക്ക് വരുന്നില്ലേ, എനിക്ക് എന്ത് കിട്ടും? അതിനെ ബ്രേക്ക് ചെയ്യണം. നീ വിളിക്കുന്നവൻ അറിയാം നിനക്ക് എന്തു വേണമെന്ന്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്തു. ഇതുവരെ അവൻ നിനക്ക് വേണ്ടിയത് തന്നെങ്കിൽ ഇനി ഉള്ളതും അവൻ്റെ കരത്തിൽ കൃത്യമാണ്. അതിനെതിരെ നിന്റെ അകത്തേക്ക് ആകുല ചിന്ത. ഓ യേശുവിൻ നാമത്തിൽ ആ ദുരാത്മ മണ്ഡലത്തെ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യ്. പൊളിയട്ടെ, അത് പൊളിയട്ടെ. അഭിഷിക്ത, ആ കുടുക്ക് പൊട്ടി പുറത്തു വരണം. ഒരു വലിയ വിളിയാ നിന്റെ മേലുള്ളത് സഹോദരി, ഒരു വലിയ നിയോഗമാ നിന്റെ മേലുള്ളത്. അതിലേക്ക് കയറി വാ. ഓ റബബഗമനാധി, നിന്നെ അസാധാരണമായി ഉപയോഗിക്കാൻ ദൈവം പദ്ധതി ഇടുമ്പോൾ ആ വിളിയിന്ന് വീഴിക്കാൻ വരുന്ന അന്ധകാര മണ്ഡലത്തെ ആത്മാവിൽ ജയിക്ക്. ഉടബബഗമന ഗഡരരരബ അൽബറഗനഗഡഗജനാദി അസൽഖമനയാദര ഷകാര പുറത്തു ഓഫീസാലെ ആ റബബഗമന ഗഡഗല. ഈ ദൂതിൽ കണക്റ്റ് ആകട്ടെ, ഈ ദൂതിൽ കണക്റ്റ് ആകട്ടെ. നിനക്ക് തലമുറയെ തന്നവൻ അറിയാം എങ്ങനെ കരുതണമെന്ന്. നിന്റെ തലമുറയെ തന്നവൻ അറിയാം പഠനത്തിന്റെ വഴി എവിടെ ആകണമെന്ന്. നീ ആദിപ്പെടാതെ ആ ഭൗതികതയുടെ സ്വാധീനം പൊടിയട്ടെ. ദൈവഹിതത്തിലേക്ക് കയറി വരട്ടെ, നിയോഗങ്ങളിലേക്ക് കയറട്ടെ. അർത്ഥം ജഗൽ കടാദര അർത്ഥമനഘടകമനഘട അടയാലഗർഗനാദി. ഓ റബബബ ഹത്തരാജലാദര അർത്ഥംബരക്കടച്ചം അർത്ഥനാദലാദര അഠകരഗമന ഘടകൽക്കനാദി. തലമുറകളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ തലമുറകളുടെ മേൽ അഭിഷേകം ചലിക്കട്ടെ. ഭൗതികതയെ കുടഞ്ഞു കളയുന്ന ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഇന്ന് രാത്രി ഒരു കൂട്ടം പ്രവേശിക്കട്ടെ. വിളിയുള്ള നിയോഗമുള്ള ഒരു കൂട്ടം യൗവനക്കാർ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. വാക്തത്വമുള്ളവർ പുറത്തു വരട്ടെ. ലോക ചരിത്രത്തെ ഇളക്കി മറിക്കാനുള്ള ഉണർവിൽ ഒരു പങ്കാളിയാകേണ്ട നിന്നെ കേവലം ഭൗതികത്തിൽ പിശാച് ഒതുക്കാൻ നോക്കുമ്പോ അതിനെ പൊളിക്ക്.
ഓടാബാരാല റാബാനാജാല അർത്ഥം ജഗർമ ഡഗൽവരാദര വൈശസഗധര ജഗൽകരാബര. ഓ റബബബബബ ഗമനഗടഗന. നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. അഭിഷേകത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഭൗതിക വിഷയത്തിനപ്പുറത്ത് ആത്മിക വിഷയത്തിലേക്ക് കയറട്ടെ. ആത്മിക വിഷയത്തിലേക്ക് കയറട്ടെ. ദൈവ വിഷയമായി സമ്പന്നരാകട്ടെ. പൊന്നും വെള്ളിയുമില്ലെങ്കിലും എനിക്കുള്ളത് നിനക്ക് തരാം. ആത്മികത്തിൽ സമ്പന്നരാകട്ടെ. രഥലരഗമന അർബലഗട ഗജലഗട ഗജന. ഓ റബ സഥ രഗ മന അർബലഗട ഗജലാദി അരഗടഗമന യഥുരിഗലഗജന. ഓ ജീസസ്. ഇതൊരു വ്യാഗ്രഹം പിശാചി കയറ്റിവിട്ട് ഒതുക്കുന്നത് ചെറിയ നിലയിലല്ല. ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്തത് ഏലിശ. അപ്പോൾ തന്നെ ഒരു വലിയ ഡെലിവറൻസാണ് നടക്കുന്നത്. ഇനി ഏലിശ ചെയ്തതിൻ്റെ ഇരട്ടി ആര് ചെയ്യണം? ഗേഹസി ചെയ്യണം. ശരിയല്ലേ? പിശാച് അത് അനുവദിച്ചോ? ഇല്ല. അവിടെ ചെയ്ത പദ്ധതി വേറെ ഒരു പാപമല്ല പിശാച് കയ്യിലെടുത്തത്, ദ്രവ്യാഗ്രഹം. ഇത് ദൈവത്തിൻ്റെ സൈക്കോളജി പിശാചിനറിയാം. ഉപയോഗിക്കപ്പെടാതിരിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇന്നത്തെ തലമുറയിൽ സിംഹഭാഗം അഭിഷിക്തന്മാരും പ്രയോജനപ്പെടാത്തതിൻ്റെ കാര്യം പിടികിട്ടിയോ? പ്രയോജനപ്പെടുമെന്നുറപ്പായാൽ അകത്തേക്ക് ഭൗതികം കയറ്റിവിടും. അതിൽ വീണാൽ പിന്നെ ദൈവം ഉപയോഗിക്കത്തില്ല. ഒന്നോർത്ത് നോക്കിയേ. അതും 2 താലന്ത ചോദിക്കുന്നത്. ഈ ഗേഹസിയുടെ എന്തൊരു മടനെന്ന് പറയാം. എടാ, ഈ 2 താലന്ത് നീ ചോദിച്ച് ആ കുഷ്ഠം മേടിച്ചു വീഴാതെ ഏലിശ ചോദിച്ച പോലെ എനിക്ക് ഇരട്ടി പങ്കൊന്നൊന്ന് കരഞ്ഞുകൂടായിരുന്നുടാ. നീ ആ ബാല്യക്കാരനുമായി നയമാന്റെ പുറകെ പോകാതെ ഏലിശയുടെ പുറകെ ചെന്നിട്ട് അങ്ങയുടെ ഇരട്ടി പങ്ക് എനിക്കെങ്കിൽ ഒന്ന് ചോദിച്ചെങ്കിൽ ചരിത്രം മാറില്ലായിരുന്നോ? ദൈവാത്മാവ് ഈ രാത്രി ഇടപെടുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന തലമുറകൾ മാതാപിതാക്കളുണ്ടോ? അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാണെന്നറിയാമോ? ഇരട്ടി പങ്ക് വേണമെന്ന്. കഴിഞ്ഞ തലമുറ ചെയ്യാത്തതിൻ്റെ ഇരട്ടി പ്രാപിക്കണം. ഞാൻ പറയട്ടെ, IPCയുടെ സ്റ്റേറ്റിൻ്റെ ചുമതലയിലേക്ക് നിങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ എത്തിയെങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കുക അതിൻ്റെ ഒരു ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന്? പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കാവൂ. ഡാഡി ചെയ്തതിൻ്റെ ഇരട്ടിക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ കഴിഞ്ഞ തലമുറ ചെയ്തതിൻ്റെ ഇരട്ടി. നമ്മുടെ ലവോദിക്ക സഭയോട് പറയുന്ന ഒരു അപകടം കേൾക്കണം. ഈ ലവോദിക്ക സഭയോട് വെളിപ്പാട് 3:17 എഴുതിയിരിക്കുന്നു. 3 കാര്യം പറയുന്നു, 5 കാര്യം അറിയുന്നില്ല. 3 കാര്യം പറയുന്നു, 5 കാര്യം അറിയുന്നില്ല. ഈ 3 കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ധനവാൻ. 3:17 ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. നമ്മളിങ്ങനെ പറയുന്നു എന്തൊക്കെ? ഞാൻ ധനവാൻ, സമ്പന്നൻ, മുട്ടില്ല. ദ്രവ്യാഗ്രഹം കയറി നമുക്ക് കിട്ടി. ദ്രവ്യാഗ്രഹം കയറിയാൽ നയമാന്റെ താലന്ത് കിട്ടുന്നേ. 30 വെള്ളിക്കാശ് കിട്ടും. പക്ഷെ ഇതുകൊണ്ടൊരു അപകടം ഉണ്ടെന്നേ. ഇത് കിട്ടി നമുക്ക്. നമ്മുടെ പലരോടും ടെസ്റ്റിമണി പറയാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് എന്താ ടെസ്റ്റിമണി പറയുന്നത്? ദൈവം നല്ലവനായിരുന്നു, ഞാൻ ഇറങ്ങിത്തിരിക്കും, എനിക്കിതൊന്നും ഇല്ലായിരുന്നു, സൈക്കിൾ ഞാനിങ്ങനെ. ഇതല്ല സാക്ഷ്യം. ഇതാ സാക്ഷ്യം.
ഇതെല്ലാം കൊണ്ട് നമ്മുടെ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ സാക്ഷി ഇതാ, ഈ സാക്ഷ്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് എനിക്കിപ്പം 2 BMW ബെൻസ് ഓടി, പിന്നെ 7 വീട്, മക്കൾ 2 പേര് കാനഡയിൽ, ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ ന്യൂയോർക്കിൽ. ഞാനിവിടെ പോകണമെന്ന് ഇങ്ങനെ, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. അപ്പോഴത്തേനും നമ്മളെല്ലാം കൂടെ അടിയോടടി. എന്നിട്ട് നമ്മൾ അപ്പോഴത്തേന് പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ജീവനുള്ള സാക്ഷ്യം. സത്യമല്ലേ? നമ്മൾ എഴുന്നേറ്റ് പറയും, അല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റും? ഇവനാ കൺവെൻഷൻ്റെ 1ാമത്തെ പിരിവുകാരൻ. ഇതിലെഴുന്നേറ്റ് നമുക്ക് എന്തെങ്കിലും നമ്മൾ പറയും, അച്ചായൻ്റെ ജീവനുള്ള സാക്ഷ്യത്തിനായി സ്തോത്രം പറഞ്ഞു. അപ്പോഴത്തേനും പിന്നെ നമ്മുടെ എല്ലാം ആഗ്രഹം എങ്ങനെ? അച്ചായനെ പോലെ ദൈവം എന്ത് ചെയ്യണം? ഇങ്ങേർക്ക് അഭിഷേകമില്ല, പ്രാർത്ഥനയില്ല. എഫെസോസ് സഭയിലെ വിശ്വാസികളുടെ ലിസ്റ്റ് തിമോഥെയോസിൽ പറയുമ്പോൾ എഴുതിയിട്ടുണ്ട്, ദൈവവചനത്തിൻ്റെ വിരോധി. അടുത്തൊരു വാക്ക് എന്താ ഈ വിരോധി? അതാ പത്യോപദേശത്തെ പൊറുക്കാതെ എന്ന് പറഞ്ഞ് ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ തിരിക്കുന്ന എത്ര എണ്ണം തന്നെ ഈ പത്യോപദേശം നമ്മൾ ഇഷ്ടമുള്ളത്, നിങ്ങൾ ചാടാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഉറപ്പ തുറക്കുന്നു, 2-3 കസേര ഓടി ഉറപ്പ്. വിദേശത്തിൻ്റെ വാതിൽ 7 പേർക്ക് വേണ്ടി തുറക്കുന്നു, 7 പേര് 14 കസേര ഓടിക്കുന്നു. പിന്നല്ലേ നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുന്നു, 3 പേരുടെ വാരിയൽ ഒടിയുന്നു. ഇത് സത്യമല്ലേ? ഇതാ നമുക്കിഷ്ടം. നിന്റെ നാക്ക് ശരിയാക്കണം. നീ മടങ്ങി വരണം. ഇരിക്കുക. കാരണം നമുക്കിതൊന്നും വേണ്ട. നമുക്ക് പത്യോപദേശത്തെ ഉൾക്കൊള്ളുന്നില്ല. ഇവനാ സാക്ഷ്യം പറയുന്നത്. ഒരു തിമോഥെയോസിനോട് പറഞ്ഞു, ഇണങ്ങാത്തവർ, ഉഗ്രന്മാർ, ഇതെല്ലാം നമ്മളിതെല്ലാം എഴുതി ലിസ്റ്റിലിട്ടിരിക്കുക. ഇനി ഒരിക്കൽ കൂടി വരേണ്ടി വരും. അത് ഈ തിമോഥെയോസ് എഫെസോസുകാരുടെ കാര്യമാണ്. അവിടുത്തെ ആളുകളെ പരിചയപ്പെടുത്തി. ഇണങ്ങാത്തവരെന്ന് പറഞ്ഞാൽ ഉപദേശിമാർക്കറിയാം. ചില സഭയിൽ ചിലപ്പോൾ ഉള്ളി കണ്ടിരിക്കും, പ്രസംഗിക്കുമ്പോൾ തന്നെ ഉള്ളിലുണ്ട്, ഇത് അച്ഛൻ ഇഷ്ടപ്പെടുമോ? അങ്ങേരിരിക്കുക ഇങ്ങനെ, അങ്ങേർക്ക് ഇഷ്ടപ്പെടും. സത്യമല്ലേ ഉപദേശിമാരെ? പ്രസംഗമൊക്കെ കൊണ്ട് എല്ലാം പ്രസംഗിക്കാൻ പറ്റും. ചിലത് വരുമ്പോൾ നമുക്കങ്ങ് വിഴുങ്ങും. കാര്യം പുള്ളിയുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ ആകെ 4-3-7 എണ്ണം ഉണ്ട്. അതിലൊരെണ്ണമാണ് ഇത്. ഈ പുള്ളിയാണ് നമ്മൾ പറഞ്ഞത് ജീവനുള്ള, ഈ പുള്ളിയാണ് എഴുന്നേറ്റിരിക്കുന്നത്. ഇതാ നമ്മുടെ ധനവാൻ സമ്പന്നൻ ഒന്നിനും. ഇനി അറിയാത്ത 5 കാര്യമുണ്ടോ? ശ്രദ്ധിച്ചു നോക്കി. അച്ഛാ ഒന്ന് വായിക്കേ. അടച്ചോ അത് പറഞ്ഞ മമേ, അത് കറക്റ്റാ. ഇനി അടുത്തത്, നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ. അറിയുന്നില്ല. ഏതൊക്കെ അറിയാത്ത? നിർഭാഗ്യൻ. നിർഭാഗ്യൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പേര് വെട്ടി. പേരെഴുതിയിരിക്കുന്നതിൽ എന്ത് ചെയ്യേണ്ടത്? നിനക്ക് പണം കിട്ടി, സ്വർഗത്തിൽ നിന്ന് പേര് വെട്ടി, അതറിഞ്ഞില്ല, ജയോത്സവത്തിൽ ഇരിക്കുക. പിന്നെ അടുത്തെന്തോ? അരിഷ്ടൻ. നിനക്ക് ഓൾറെഡി മരണമായിരുന്നു നമ്മുടെ അരിഷ്ടത. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തെ നിന്നെ ആർ വിടിവിക്കും. മരണം നമുക്ക് അരിഷ്ടതയായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വന്നപ്പോൾ നിത്യജീവൻ കിട്ടി. അപ്പോൾ ആ അരിഷ്ടത എന്ത് ചെയ്ത് മാറി. പണം തന്നിട്ട് വീണ്ടും പിശാച് കുരുക്കി, ഇപ്പോൾ അരിഷ്ടനായി. ഇനി അടുത്തത് ദരിദ്രൻ. സമ്പന്നത സ്വർഗീയ സമ്പത്തായിരുന്നു. ഇപ്പോൾ നിനക്ക് ഇവിടെ റോൾസ് റോയ്സ് ആയി, മേലോട്ട് പോകുന്ന കാര്യവുമില്ല, ഇപ്പോൾ അവിടെ ദരിദ്രനായി. പിന്നെ കുരുടൻ, വെളിപ്പാടില്ല. പണ്ട് വെളിപ്പാടിൽ പുക പോലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം പുകയുമില്ല. ഇനി അടുത്തത്, ഇകം തന്നിട്ട് നമ്മുടെ ആത്മീയതയിൽ പിശാച് ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് നിങ്ങളൊരു കാര്യം അറിയണം. നമുക്ക് ഞാൻ ഭൗതികത്തിനെതിര് പറയല്ല, പക്ഷേ ആത്മീയത്തിന് മുൻസ്ഥാനം. നമുക്ക് ആത്മീയത്തിന് മുൻസ്ഥാനം കൊടുക്കണം. ഇനി ഞാൻ ഒറ്റ വാക്കൂടെ ചേർത്ത് പറയാം. എഫെസോസ് സഭയിൽ ഈ പോരാട്ടം നടന്നതിനെ അതിജീവിക്കാൻ സഭ എപ്പോൾ മടി കാണിച്ചോ അപകടമായെങ്കിൽ, ഇന്ന് രാത്രി നമുക്കിതിനെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമാണ് പണം. ഈ ആവശ്യമുള്ള സാധനത്തെ പിശാച് ഉപയോഗിക്കുമ്പോൾ
എങ്ങനെ ജീവിക്കാൻ പറ്റും പാസ്റ്റർ? നമുക്ക് പണം വേണ്ടേ? ഈ സാധനത്തെ പിശാച് ആഗ്രഹമാക്കി മാറ്റിത്തരുമ്പം നമ്മൾ വീഴും. അതിനൊറ്റ പണിയേ ഉള്ളൂ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ എങ്ങനെ പറ്റും? അങ്ങനെ പറ്റുമോ? അല്ല, അങ്ങനെ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെന്തോ ചെയ്യാനൊക്കും? പറ്റണം. ആ പറ്റണമെങ്കിൽ എന്തു വേണം? ഒടുവിൽ കർത്താവിലും ഈ അഭിഷേകം കൊണ്ടേ പറ്റൂ. അഭിഷേകമുള്ളവന് മാത്രമേ തൃപ്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അഭിഷേകമുള്ളവൻ തൃപ്തി കാണും. അവൻ എന്താണെന്നറിയാമോ? ഭൗതികത്തിൽ അവൻ ആക്രാന്തമില്ല. അവൻ വയറും മുറുക്കി കൊടുത്താലും ആ ദൈവ സാന്നിധ്യത്തിൽ അവൻ സംതൃപ്തനാകുക. ഇന്ന് രാത്രി അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് രാത്രി അഭിഷേകമില്ലാതെ എന്നെ വിടരുത്, അഭിഷേകമില്ലാതെ ഇവിടുന്ന് പോകരുത്. ദൈവദാസന്മാരെ, തലമുറകളെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഈ രാത്രി അഭിഷേകമില്ലാതെ എന്നെ വിടരുത്. ഈ രാത്രി ആരാധന കൊണ്ട് തീരുന്ന ഒരു ആത്മീയതയല്ല. ഇവിടുന്ന് പുറപ്പെടുമ്പോഴും ആത്മനിറവോടെ. ഓ റബബഗമന ഘടക രഗജാതര, ഇന്ന് രാത്രി പ്രാർത്ഥിക്ക. ആത്മാവിൽ പ്രാർത്ഥിക്ക. കൃപയില്ലാതെ പറ്റത്തില്ല കർത്താവേ. ഏലിയാവിൽ വെളിപ്പെട്ടതിന്റെ ഇരട്ടി ഏലിശ ചോദിച്ച് മേടിച്ച പോലെ ഇന്ന് രാത്രി ചോദിക്കുക, കർത്താവേ ഇതിനെ ജയിക്കാൻ കൃപ വേണോപ്പാ. ഓ റബ രഗ 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 ജലഗ ഡഗൽക്കന. ഇന്ന് രാത്രി പ്രാർത്ഥനകൾ ഉയരട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥനകൾ ഉയരട്ടെ. ആത്മീക വിഷയത്തെ പ്രാർത്ഥനയിൽ കയറ്റി തുടങ്ങ്. എനിക്ക് കൃപ വേണം കർത്താവേ, എനിക്ക് ആത്മീകം വേണം കർത്താവേ, എനിക്ക് പ്രവചനം വേണം കർത്താവേ, എനിക്ക് അഭിഷേകം വേണം കർത്താവേ. തലമുറകളെ പ്രാർത്ഥിക്കേ. ആത്മീക വിഷയത്തിന് വേണ്ടി കരയാൻ പറ്റുന്നുണ്ടോ? ആത്മീക വിഷയത്തിന് വേണ്ടി കരയാൻ പറ്റുന്നുണ്ടോ? ഭൗതികതയേക്കാൾ ആത്മീക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. ഓ റബ രഗ രഗ ചല. നഷ്ടപ്പെട്ട കൃപ മടക്കിയെടുക്ക്, നഷ്ടപ്പെട്ട അഭിഷേകം മടക്കിയെടുക്ക്, നഷ്ടപ്പെട്ട ദർശനം മടക്കിയെടുക്കുന്ന ഒരു രാത്രിയാകട്ടെ. ഓ റബബ ഗമന ഘടകൽ ഖനാദി. പ്രാർത്ഥിക്ക്, വിട്ടുകൊടുക്ക്, അനുതാപത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവേ, എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണം കർത്താവേ, എനിക്കൊരു വിടുതൽ വേണം. ഈ ഭൗതികത എന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുക. ആ കുരുക്ക് പൊട്ടിക്കുന്ന ഒരു അഭിഷേകം പൊളിയട്ടെ. ആത്മമണ്ഡലത്തിലേക്ക് കയറി വാ. നിന്റെ നിയോഗം നീ ഏറ്റെടുക്ക്. നിന്റെ മേലുള്ള ദൈവ പദ്ധതി ഏറ്റെടുക്ക്. ആ കൃപാവരം ഏറ്റെടുക്ക്. ആ റബ ലഗ രഗ രഗ അഠ രഗ ജല ഛല അഠ രഗൽ കനാദിയ. ഏറ്റെടുക്ക്. ഒരു വലിയ നിയോഗമാണ് നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും എനിക്കുള്ളത്. ക്ഷീണിച്ചു പോകാതെ സംഭവിച്ചതല്ലേ എന്റെ പദ്ധതിയാ. പല്ലേറിയ മൂർച്ചയുള്ള മെതിവണ്ടിയാക്കി ഞാൻ മാറ്റുക. ഉടമ തോറ്റുപോകരുത്. വ്യക്തികളെ നോക്കാതെ, ക്ഷീണിച്ചു പോകാതെ ഒരു പുതപ്പ് കൈമാറുക. അർബ റബര ഘടക രഗജാതി അർബല ഘടകൽ കനാദിക സമ്പനാദി. അഭിഷേകത്തിന്റെ പകർച്ച ഈ രാത്രി വെളിപ്പെടുകയാണ്. ഏലിയാവിൽ ഏലീശയിലേക്ക് പുതപ്പ് വീണതുപോലെ ശെലമിൽ ആ പുതപ്പ് വീഴുകയാണ്. ആ കൃപയുടെ പുതപ്പ് വീഴുകയാണ്. ആ പുതപ്പ് വീഴുക. യോർദാനെ അടിക്കാനുള്ള കൃപയുടെ പുതപ്പ് ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുക. നിന്റെ തലമുറയുടെ വിടുതലിന് ദൈവം നിന്നെ ആയുധമാക്കി മാറ്റുക. ഇന്ന് രാത്രി ഒരു കൂട്ടം തലമുറകൾ സാത്താന്റെ പിടിയിൽ നിന്ന് പുറത്തു വരിക. അസാധാരണമായ നിയോഗം കൈമാറുക. ഹോളി
ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് പുതപ്പ് വീണ പോലെ ഒരു പുതപ്പിന്റെ കൈമാറ്റം. യെസ്, ആകുല ചിന്തകൾ പൊട്ടട്ടെ. ഓ റബല ഘടക രഗജ ഗദര ഘടകന അഠാ രഗ 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 അർത്ഥ ലഗട്ട സന്തന. ഏറ്റെടുക്കുക കുഞ്ഞെ. അട്ടകൽക്കുന്ന വ്യത്യസ്തൻ എന്ന പേരിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കുക. എന്തിനാ നീ ആകുല ചിന്ത അകത്ത് കയറ്റിയത്? പൊളിക്ക്, അതിനെ പൊളിക്ക്. ഒരു വ്യത്യസ്തനായി മാറട്ടെ. ഒരു വിളിവിന്റെ മേലുണ്ട്. കണ്ണീരിന്റെ സന്തതിയാ നീ തകരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഓ, അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുക. വിളിയുള്ളവർ പുറത്തു വരട്ടെ, വിളിയുള്ളവർ പുറത്തു വരട്ടെ. നിയോഗങ്ങളിലേക്ക് കയറട്ടെ. ഓ അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ പകർച്ച, ദൈവത്തിന്റെ ആത്മാവ് കൈമാറുക. ഓ, 6 കൊല്ലത്തെ ഒരു ബ്രാക്കറ്റിനകത്തൂന്ന് പുറത്തു വരട്ടെ. ഒറ്റയ്ക്ക് ഭാരം വഹിച്ച നിനക്ക് വേണ്ടി എന്റെ കരമിറങ്ങി വരിക. ഒരു കൃപയുടെ പുതപ്പ്, പ്രാർത്ഥനയുടെ വരം. രാജല രഗൻഗനാദി. ഉടാര ദേശത്ത് തലപൊക്കുന്ന അന്ധകാരത്തെ പൊരുതി തോൽപ്പിക്കാൻ ഒരു കൃപ. അഭിഷേകം പകരുക. ഒരാളിൽ നടുത്തിരിക്കുന്ന ആളിലേക്ക് ഒരു ആത്മപകർച്ച. ഓ, ഇത് ആലയം കൊണ്ട് നിൽക്കുന്നതല്ല, ആരാധന കൊണ്ട് നിൽക്കുന്നതല്ല. ഇത് വീട്ടിലും അഭിഷേകം ചലിക്കാൻ പോകുക. നിന്റെ തലമുറയിൽ നിരാശകൾ പൊളിയട്ടെ, നിരാശകൾ പൊളിയട്ടെ. അകത്ത് കയറിയ നിരാശകളെ പൊട്ടുക, പൊട്ടുക. നിരാശയുടെ അടിത്തറകൾ ഇളകട്ടെ. അടൽക്കന വിളിയുള്ളവർ പുറത്തു വരട്ടെ, അഭിഷേകമുള്ളവർ പുറത്തു വരട്ടെ, നിയോഗമുള്ളവർ പുറത്തു വരട്ടെ. ഓ റീല രഥന ജഗക്ഷ സന്ധനാദി. ഇന്ന് രാത്രി ചിലർ തോറ്റുപോയിടത്ത് വീണ്ടും ഒരു അവസരം തരിക. ദാഗോന്റെ ക്ഷേത്രം കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞിടത്ത് പരിഹസിക്കപ്പെട്ട ശിംശോനെ ഒരിക്കൽ കൂടെ അഭിഷേകം മടക്കി തരിക.
നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന രാത്രിയായത്. നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന രാത്രിയായത്. ആ നഷ്ടപ്പെട്ട വെളിപ്പാട് മടക്കിയെടുക്ക്. നഷ്ടപ്പെട്ട കൃപ മടക്കിയെടുക്ക്. നഷ്ടപ്പെട്ട ശുശ്രൂഷ മടക്കി തരിക. റിസീവ്. അന്യഭാഷ പറയുമ്പോൾ തന്നെ ചില വിടുതൽ നടക്കുക. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ വിടുതൽ നടക്കുന്നുണ്ട്. ഹോളിയ റബനാദല അർത്ഥൽമരാജകക്ഷസി റംഷതേരിയാല ലർവകമാനയ. സാത്താന്റെ കുരുക്കുകൾ ഈ രാത്രി അടിഞ്ഞുകൊണ്ടിരിക്കുക. അഭിഷേകത്തിൽ നിറയുന്ന നിന്റെ മുൻപിൽ നിന്റെ ഭവനത്തിൽ നിന്നുള്ള സാത്താൻ ഓടുന്ന കാഴ്ച. ചില തലമുറകളിൽ നിന്ന് പിശാച് ഓടി മാറുക. ചില വ്യക്തികളിൽ നിന്ന് പിശാച് ഓടി മാറുക. ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി പ്രവചിക്കുന്നത് പൈശാചിക പദ്ധതികൾ ഈ രാത്രി ബ്രേക്ക് ആകുക. Oh Rabala Rajala Rabasatara. Oh Rabakabaratala Satani. Oh Rebelli Gatuskanati. ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ അഭിഷേകമില്ലാതെ പറ്റില്ല. ഹർബറചനാദി. എനിക്ക് അഭിഷേകം വേണ്ടത് എന്തിനാണ്? ആരാധിക്കാൻ മാത്രമല്ല, ജീവിക്കാനാ. അങ്ങനെ ഒന്ന് തീരുമാനിക്കുക. എനിക്ക് ജീവിക്കാനാ അഭിഷേകം വേണ്ടത്. സഭാഹോളിൽ ആരാധിക്കാനല്ല, എനിക്ക് ജീവിക്കാൻ. കാരണം പിശാചിൻ്റെ പാപമെന്ന തന്ത്രത്തോട് പൊരുതണമെങ്കിൽ അഭിഷേകം വേണം എനിക്ക്. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. അഭിഷേകം പാപത്തോട് പൊരുതാനാ കേട്ടോ. പാപത്തോട് പൊരുതാൻ എനിക്ക് അഭിഷേകം വേണമെന്നൊരു ബോധ്യമുള്ളവർ പ്രാർത്ഥിക്കുക. ഇടത്തും വലത്തും ഇരിക്കുന്നവരൊന്നും ശ്രദ്ധിക്കല്ലേ. പുതുക്കം പ്രാപിക്കുന്നൊരനുഭവമാണ് വേണ്ടേ. ഇന്നലത്തേത് പോരാ അപ്പച്ച. പാപം പിശാച് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിന്റെ അഭിഷേകം അപ്ഡേറ്റ് ആകണം. ഏലിയാവിൻ്റെ അഭിഷേകം പോരാ എലിശയ്ക്ക്. അതുകൊണ്ടാണ് ഏലിശ പ്രാർത്ഥിച്ചത് ഇരട്ടിപ്പങ്ക്. ഏലിശയുടെ അഭിഷേകം പോരാ ഗേഹസിക്ക്. അത് കൊതിക്കാത്തത് കൊണ്ട് അവൻ പരാജയപ്പെട്ടത്. എന്നാൽ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്കൊരു ഇരട്ടിപ്പങ്ക് വേണം. കഴിഞ്ഞ തലമുറയിൽ വെളിപ്പെടാത്തത്, കഴിഞ്ഞ തലമുറയിൽ പകരപ്പെടാത്തത് എനിക്ക് വേണം. അതാകട്ടെ പ്രാർത്ഥനയുടെ ഒന്നാം വിഷയം. അഭിഷേകമില്ലാതെ എൻ്റെ തലമുറ ഇന്ന് രാത്രി വീട്ടിൽ പോകരുതെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ തലമുറയ്ക്ക് നല്ല ജോലി കിട്ടി, അഭിഷേകം ഉണ്ടോ? കരയണം കേട്ടോ. ഇന്ന് രാത്രി ഭൗതികം കിട്ടിയത് ശരിയാ, ആത്മീയമായി എത്രത്തോളം നീ വളർന്നു. ഇന്ന് രാത്രി മാതാപിതാക്കളെ ഗൗരവമായി പ്രാർത്ഥിക്കണേ. എനിക്ക് നല്ല വീട് കിട്ടി, ശരിയാണ്. അഭിഷേകം കിട്ടിയോ? പ്രാർത്ഥിച്ചേ, എൻ്റെ കർത്താവേ എനിക്ക് വീട് തന്നത് ശരി, അതിനേക്കാൾ എൻ്റെ പ്രയോറിറ്റി എനിക്ക് അഭിഷേകം വേണം. എൻ്റെ തലമുറയിൽ അഭിഷേകം വേണം. എൻ്റെ ഭർത്താവിൽ അഭിഷേകം വേണം. അഭിഷേകമില്ലാതെ എനിക്ക് ഈ പാപത്തോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അഭിഷേകമില്ലാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അഭിഷേകമില്ലാതെ ദ്രവ്യാഗ്രഹത്തോട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല.
ഇന്ന് രാത്രി എനിക്ക് അഭിഷേകം വേണം. ഒരു കൂട്ടം വീണുകൊണ്ടിരിക്കുന്നു, ഒരു കൂട്ടം പരാജയപ്പെടുന്നു. അതിൻ്റെ നടുവിൽ കർത്താവേ, അന്ത്യ കാലഘട്ടത്തിൽ വിശ്വാസം ത്യജിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടത് അഭിഷേകമാ കർത്താവേ. സാഹചര്യം ആത്മീയന് ജീവിക്കാൻ പറ്റാത്തതായി മാറുമ്പോ എനിക്ക് ജീവിക്കാൻ അഭിഷേകം വേണം. പ്രാണവായു പോലെ, വെള്ളം പോലെ, ഭക്ഷണം പോലെ എനിക്ക് വേണ്ടത് അഭിഷേകമാ നാഥാ. ആ തിരിച്ചറിവോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ വെളിപ്പാടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എഫെസോ സഭ ആ ഗൗരവം കാണിക്കാത്തത് കൊണ്ട് അപകടം സംഭവിച്ചെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തലമുറയിൽ അഭിഷേകമുള്ളവരായി നിൽക്കാൻ, കൃപയുള്ളവരായി നിൽക്കാൻ. കർത്താവേ, എനിക്ക് കൃപ വേണമപ്പാ, എനിക്ക് അഭിഷേകം വേണം കർത്താവേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടോ? ഇന്ന് രാത്രി ആത്മീക വിഷയത്തിന് വേണ്ടി കരയുന്ന, ഭൗതിക വിഷയത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ ആത്മീക വിഷയത്തിന് വേണ്ടി അങ്ങനെ കരയുന്ന ഒരാളെങ്കിലും ഉണ്ടോ ഇവിടെ? ദൈവം നോക്കുന്നത് അവരെയാണ്. ഭൗതികതയ്ക്ക് വേണ്ടി അത് നിന്റെ ആവശ്യമാണ്. ഭൗതികം നിന്റെ പേഴ്സണൽ നീഡാണ്. ദൈവ വിഷയമായി കരയാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? ദൈവ വിഷയമായിട്ട് നിനക്കൊന്ന് അടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കേ. ഇന്ന് രാത്രി എനിക്ക് അഭിഷേകം വേണമെന്ന്. ഇന്ന് രാത്രി എനിക്ക് ആ കൃപ വേണം അപ്പച്ച. ഇന്ന് എനിക്ക് ആ കൃപ വേണം അപ്പച്ച. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഒരു വലിയ ദൈവം മഹത്വം ഇറങ്ങാൻ പോകുകയാണ്. ഈ രാത്രി പിശാചിൻ്റെ ചില കുരുക്കുകൾ പൊളിക്കുന്ന ഒരു രാത്രിയായി മാറുക. സ്പിരിച്വൽ അറ്റാക്കിനെ, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നവരായിട്ടല്ല, അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന, അതിനെ റെസിസ്റ്റ് ചെയ്യാനല്ലതെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കുന്ന ഒരധികാരം നിനക്ക്, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ പൊരുതിയതിനെ പൊളിക്കാൻ അങ്ങനൊരു പ്രാർത്ഥനയുടെ അധികാരം, കൃപാവരം ഈ രാത്രി വെളിപ്പെടുക. ഈ രാത്രി വെളിപ്പെടുക. അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച ഈ രാത്രി വെളിപ്പെടുന്ന ഒരാളിൽ നിന്ന് അടുത്തിരിക്കുന്ന ആളിലേക്ക്. പൊളിച്ചു കളയുന്നൊരു അഭിഷേകം, പൊളിച്ചു കളയുക. ശത്രുവിന്റെ പദ്ധതികളെ ഡിസ്ട്രോയ് ചെയ്യുന്ന ദെബോരയെ പോലെ പവർ ഓഫ് ഗോഡ് ഏറ്റെടുക്ക. ആ അഭിഷേകം ഏറ്റെടുക്ക. ഒരു വലിയ നിയോഗങ്ങൾ കൈമാറുന്നു. നിയോഗങ്ങൾ കൈമാറുക. നിയോഗങ്ങൾ കൈമാറുക. റബല ഘടകൽ കനാദി ഏറ്റെടുക്ക. വെല്ലുവിളികൾക്ക് നേരെ പ്രാർത്ഥിച്ചു പൊരുതാനുള്ള അസാധാരണമായ നിയോഗം. റലരഘടകൽ കനാദി അഠഗബര ഘടകൽ ഖമന ഘടകൽ ഖനാദി അസ്തർമന ഘടകൽ കൃപ 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 റലരല ഘടകൽ ഖനാദി. അഭിഷേകം പകരുക. അഭിഷേകം പകരുക. ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരിടപെടൽ. പൊട്ടുക. സാത്താന്റെ പദ്ധതികളുടെ അടിത്തറകൾ ഇളകുക. നിന്റെ തലമുറയിൽ നിന്ന് പൈശാചികന്റെ കുരുക്ക് പൊട്ടുക. നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ആത്മീയതയിൽ നിന്ന്, നിന്റെ ശുശ്രൂഷയിൽ നിന്ന് ചില തടസ്സങ്ങൾ
റാബ റാബ റംബ ഭാബ ബൗഡ ഭാര വൈഡ ജാല അസ്താഘാര ബൗഡ ഭാര വൈഡ ജാല. നാവിന്റെ കെട്ടുകൾ അഴിയുക, നാവിന്റെ കെട്ടുകൾ അഴിയുക. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളായി അധരങ്ങളുടെ കെട്ടുപൊട്ടുക, അധരങ്ങളുടെ കെട്ടുപൊട്ടുക. ചിലമേൽ അന്യഭാഷ കൈമാറുന്നു. ഇതുവരെ പറയാത്ത ഭാഷ നിന്റെ നാവിൽ തരിക. ശത്രു ചൊല്ലിക്കെട്ടിയത് ചൊല്ലി അഴിക്കാൻ ചില നിയോഗങ്ങൾ കൈമാറുന്നുണ്ട്. റബ രഗ. നിന്റെ ഭർത്താവിനെ പിടികൂടിയ ദുരാത്മ മണ്ഡലത്തിന്റെ അടിത്തറ ഇളക്കാൻ സഹോദരി നിന്റെ മേൽ അഭിഷേകം വീഴുക. പൊളിയട്ടെ. ചില തലമുറകൾ ഈ രാത്രി വിടിവിക്കപ്പെടുന്നുണ്ട്. പിശാച് പാപത്തിൽ കുരുക്കിയ ചില തലമുറകൾ ഈ രാത്രി പുറത്തു വരിക. റബബ ഗമന ഘടക രഗട ഗൽഗനാദി അഠാരബ ലഗഠ സന്ധരാദി അർത്ഥൽമന ഷബർഗനാദി അഠയാരഗൽഗനാദി വർത്താനഘട്ട സന്ധന. ജീവാ ബാബാ ബാര കാദര നബര ഉഡര ബര ബരബ സംദാരി ദര ബൗഡര ബര ബരബ ഔഡാരിക ദര ബൗഡാമാന ശംദര ബര ബര ബരബ ജീവര ബൗഡര ബരബ ശംദര ബൗഡര ബര 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 ബരബ അന്തര ബൗഡര ബര ബര ബൗഡര ബര ബരബ. ഹല്ലേലൂയ. നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിത പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.
കേൾപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, നിന്റെ ഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. നിന്റെ ഹിതമല്ലാത്ത നന്മ, നിന്റെ ഹിതമല്ലാത്ത സൗഖ്യം, നിന്റെ ഹിതമല്ലാത്ത ഭൗതികത ഒന്നും എനിക്ക് വേണ്ട. നിന്റെ ഹിതം മാത്രം. ആ കൈ ഉയർത്തി ഒന്ന് പറയാമോ? ഇമ്പമുള്ള ജീവിതവും ഏറെ ധാന മാനങ്ങളും ഇമ്പമുള്ള ഓ ജീവിതവും ഏറെ ധാന മാനങ്ങളോ തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയാടിയാർ നിന്റെ ഹിതം ഓ പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഓ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കേട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് വേണ്ട. നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ വിശ്വാസ കപ്പൽ തകരുന്ന ഒന്നും എന്നിലുണ്ടാകാതെ വണ്ണം വിശുദ്ധിയുടെ തികവിൽ കർത്താവിനെ സേവിപ്പാൻ, കർത്താവിൽ മാത്രം ആശ വച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിട്ടുകളഞ്ഞതിലേക്ക് തിരിച്ചു പോകാതെ, ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ തികഞ്ഞ വിശുദ്ധിയിൽ ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം.